شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم أوصل قبل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة أولا منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم ثم إلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا واقض حوائجنا واشف أمراضنا وأد ديوننا يا ذا الجلال والإكرام. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل الظلم والظالمين. اللهم انصر جيوش المسلمين. اللهم انصر جيوش المسلمين. اللهم انصر جيوش المسلمين. اللهم أصلح أمور المسلمين في كل مكان. اللهم انصر المجاهدين في سبيلك في كل مكان. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر ذنوبنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. വൽമുർസലാത്തി സൂറത്ത് അവസാന ഭാഗമാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാൻ. സൂറത്തുൽ ഇൻസാൻ അവസാന ഭാഗമാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن هؤلاء يحبون العاجلة ويذرون وراءهم يوما ثقيلا. نحن خلقناهم وشددنا أسرهم وإذا شئنا بدلنا أمثالهم تبديلا. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا. وما تشاءون إلا أن يشاء الله. إن الله كان عليما حكيما. يدخل من يشاء في رحمته والظالمين أعد لهم عذابا أليما.
സദഖല്ലാഹുൽ അലീം. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ക്ലാസ് റൂം വഴിയും മറ്റും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, സർവശക്തനായ അല്ലാഹു വിശുദ്ധ ഖുർആനിന്റെ ഈ മജ്‌ലിസിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിലും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരുടെ രോഗങ്ങൾക്കും അല്ലാഹു പൂർണ്ണ ശമനം നൽകുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്, പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെ എല്ലാവിധ വിഷമങ്ങളും അല്ലാഹു തീർത്തു തരുമാറാവട്ടെ. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലിക്ക് പോയി കഷ്ടപ്പെടുന്ന നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളോടൊക്കെ ബന്ധമുള്ളവർ, അല്ലാഹു അവരുടെയൊക്കെ ജോലികളിൽ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഭിമാനത്തോടുകൂടെ ജീവിച്ച് പരിപൂർണ ഹിദായത്തിലായി ഈമാനിലായി മരിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അൽ ഇൻസാൻ സൂറയാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. ഈ സൂറത്തിന്റെ ലാസ്റ്റ് ഭാഗം ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത് 31 ആയത്തുകളുള്ള ഈ സൂറത്തിലെ 26 ആയത്തുകൾ നേരത്തെ നമ്മൾ ക്ലാസ്സുകളിൽ വിശദീകരിച്ചു. 27 മുതലുള്ള ആയത്തുകളാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. സൂറത്തുൽ ഇൻസാനിലെ 27ാമത്തെ ആയത്ത് വളരെ ശ്രദ്ധേയമായ, നമ്മുടെ ചിന്തയിൽ വിഷയീഭവിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരായത്താണ്. ചെറിയ ഒരായത്ത് ഒരു വരിയിൽ ഒതുങ്ങുന്നതാണെങ്കിലും അതിന്റെ വിശദീകരണം വളരെയധികം വിശാലമായിട്ട് കിടക്കുന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹൗലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീലാ. തീർച്ചയായിട്ടും ഇക്കൂട്ടർ ഐഹികമായ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, ഭാരമേറിയ ഒരു ദിനത്തെ അവർ തള്ളിക്കളയുന്നവരാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. മൊത്തം മനുഷ്യരുടെ സ്വഭാവം അള്ളാഹു പറയുന്നു. ഐഹികമായ ജീവിതത്തെ അവർ വല്ലാതെ ഇഷ്ടപ്പെടും. ഭാരമേറിയ ഒരു ദിനം വരാനുണ്ട്, വളരെയധികം പ്രയാസമേറിയ ഒരു ദിനം. ആ ദിനത്തെ അവർ അവഗണിക്കും, പിറകോട്ട് തള്ളും, തീരെ അതിനെ അവർ മൈൻഡ് ചെയ്യൂല. ഇത് പൊതുവെ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാരമേറിയ അങ്ങനെ ഒരു ദിവസം ഒരു പ്രതീക്ഷിക്കുന്നില്ല. അവർക്കതിൽ വിശ്വാസമില്ല. അതുകൊണ്ട് ഐഹികമായ ജീവിതത്തിൽ അവർക്ക് ഹക്കും ബാത്തിലും നോക്കേണ്ട ആവശ്യമില്ല. അവർ നോക്കൂല. അവർക്ക് ഇവിടത്തെ ജീവിതം പച്ച പിടിപ്പിക്കാൻ അവർ ഏത് വഴിയും സ്വീകരിക്കും. കാരണം ഇതിന്റെ ശേഷമുള്ള ഒരു ജീവിതത്തെ പറ്റി, ഭാരമേറിയ ഒരു ദിനം, ഖിയാമ ദിവസത്തെ സംബന്ധിച്ച്, അന്ത്യ ദിവസത്തെ സംബന്ധിച്ച് അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്കതിൽ വിശ്വാസം. എന്നാൽ വിശ്വാസികളായ ആളുകൾ, അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ പ്രവാചകന്മാരിലും അന്ത്യനാളിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ യാതൊരു ബോധവുമില്ലാതെ വെറും ഐഹികമായ ജീവിതത്തിന്റെ വിജയത്തിൽ മാത്രം ജീവിക്കാം. പരലോകത്തെപ്പറ്റി യാതൊരു ബോധവുമില്ലാത്ത അവസ്ഥ. അത് വളരെ ഗുരുതരമായ കാര്യമാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു പറയുന്നത് ഇവർ മനുഷ്യര് പൊതുവെ, അവിശ്വാസികൾ പ്രത്യേകിച്ചും, ഐഹികമായ ജീവിതത്തെ വല്ലാതെ ഇഷ്ടം. ഭാരമേറിയ ഒരു ദിനത്തെ അവർ അവഗണിക്കും, അതിനെ തള്ളിക്കളയും. അതിനെപ്പറ്റി പറഞ്ഞാൽ അവർ മൈൻഡ് ചെയ്യൂല. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല.
ഭാരമേറിയ ഒരു ദിനം നമുക്ക് വരാനുണ്ട് എന്നതിനെ പറ്റിയുള്ള ഒരു ചിന്ത വേണം. കാരണം ദുനിയാവിന്റെ കിടപ്പ് അങ്ങനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംബന്ധമായി പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ പറയുന്നുണ്ട്. അതിൽ സുപ്രധാനമായ ആയത്തുകൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹ്വും വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് കമസലി ഗൈസിൻ അഅജബൽ കുഫാര നബാതു ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. സൂറത്തുൽ ഹദീദിലെ ഈ ആയത്ത് ഇപ്പൊ നമ്മൾ ഓതി വെച്ച ആയത്തിന്റെ വിശദീകരണം. ഇതിൽ ഒരു ആയത്ത് കൊണ്ട് ചുരുക്കി പറഞ്ഞത്, സംക്ഷിപ്തമാക്കിയത് അൽ ഹദീദിലൂടെ അള്ളാഹു സവിസ്തരം പറയണം. നോക്കൂ, യഅലമൂ, നിങ്ങൾ അറിയണം. അള്ളാഹു നമ്മളോട് കൽപ്പിക്കണം, നിങ്ങൾ അറിയുക. അന്നമൽ ഹയാത്തുദ് ദുനിയാ, ഐഹികമായ ജീവിതം എന്നത് ലഅബുൻ വലഹ്വും വസീനത്തുൻ വതഫാഖുർ, അത് കളിയും വിനോദവും അലങ്കാരവും വതഫാഖുറുൻ ബൈനകും, നിങ്ങൾക്കിടയിൽ ദുരഭിമാനം നടിക്കാനുമുള്ളതാണ്. ഐഹികമായ ജീവിതം എന്ന് പറയുന്നത് വെറും കളിയും തമാശയും, അത് കുറെ അലങ്കാരങ്ങളും ആഡംബരങ്ങളും, അതോടുകൂടെ നിങ്ങൾക്കിടയിൽ ദുരഭിമാനം നടിക്കാനുള്ളതാണ്. വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിന്റെ വിഷയത്തിലും സന്താനങ്ങളുടെ വിഷയത്തിലും നിങ്ങൾക്ക് പെരുമ നടിക്കാനുള്ളതാണ്. എനിക്ക് അത്ര മക്കളുണ്ട്, ഇത്ര മക്കളുണ്ട്, ഒരാൾ സൗദിയിൽ, അവിടെ മറ്റേയാൾ, ഒരാൾ ദുബായിൽ, ഞങ്ങൾക്ക് അവിടെ അത്ര സ്ഥലമുണ്ട്, അവിടെ ഒരു വില്ലുണ്ട്, മറ്റൊരുത്തൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അവിടെ അങ്ങോട്ട് തെങ്ങും തോട്ടെടുത്തു, വയനാട്ടിൽ ഇപ്പോൾ ഒരു തേയിലത്തോട്ടെടുത്തു, കർണാടകയിൽ ഇത്രയുണ്ട്. ഇതൊക്കെ അഹങ്കാരത്തോടുകൂടെ പറയുന്നതാണ്, ആക്ഷേപിക്കുന്നത്. അള്ളാഹ് കൊടുത്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നതിന് എന്തില്ല, കുഴപ്പമില്ല. ദുന്യാവ് എന്ന് പറഞ്ഞാൽ പൊതുവെ ആളുകൾക്ക് ദുരഭിമാനം നടിക്കാനും പെരുമ നടിക്കാനുള്ളതാണ്. എന്നാൽ ഈ പറയപ്പെടുന്ന ദുന്യാവിന്റെ അവസ്ഥ എന്താണ് അള്ളാഹ് പറയുന്നത്? കമസലി ഗൈസിൻ അഅജബൽ കുഫാര നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما. അല്ലാഹു തആല അത് നമുക്ക് വിശദീകരിച്ചു തരാണ്. കമസലി ഗൈസിൻ, അത് മഴ പോലെയാണ്. എന്നിട്ടോ ആ മഴ കാരണം സസ്യങ്ങൾ മുളച്ചു വരും. അഅജബൽ കുഫാര നബാതു, ആ ചെടികൾ, ആ സസ്യങ്ങൾ കുഫാറിനെ അത് വല്ലാതെ ആശ്ചര്യപ്പെടുത്തി. അവിടെ കുഫാർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധികൾ എന്നല്ല അവിടെ ഉദ്ദേശം, കർഷകരെ ആശ്ചര്യപ്പെടുത്തിയതാണ്. കാഫിറിന്റെ അവസ്ഥ എന്താ? കാഫിർ സത്യത്തെ മറച്ചു വെക്കുന്ന ആളാണ്, അറിഞ്ഞാലും മറച്ചു വെക്കും. കൃഷിക്കാരന്റെ അവസ്ഥ എന്താണ്? അയാൾ വിത്ത് മറച്ചു വെക്കുന്ന ആളാണ് ഭൂമിന്റെ അടിയിൽ. അതാണ് യോജിപ്പ്. അള്ളാഹു പറയാണ്, മടക്ക് മുളച്ചു വരുന്ന സസ്യങ്ങൾ അഅജബൽ കുഫാര നബാതു, അത് ആ കർഷകരെ, ആ കൃഷിക്കാരെ ആശ്ചര്യപ്പെടുത്തി കളയും. ഓ, മഴ പെയ്ത് ഭൂമിയിൽ വെള്ളമായി, അങ്ങനെ സസ്യങ്ങളൊക്കെ മുളച്ചു വരാൻ തുടങ്ങി, പച്ചക്കറികളും ധാന്യങ്ങളൊക്കെ. കൃഷിക്കാർക്ക് നല്ല റാഹത്തായി. എന്താ അതിന്റെ പച്ചപ്പ്! ആദ്യം ഒരു ഇളം പച്ച നിറത്തിൽ അതിന്റെ കൂമ്പുകൾ വന്നു, ഇപ്പൊ നല്ല പച്ച നിറത്തിൽ നിൽക്കുകയാണ്. പക്ഷേ സുമ്മ യഹീജു, പിന്നതാ ഉണങ്ങുന്നു. അത് ഫതറാഹു മുസ്ഫറാ, പിന്നെ നീ അതിനെ മഞ്ഞ നിറത്തിൽ കാണുന്നു. സുമ്മ യകൂനു ഹുത്വാമാ, പിന്നെ അത് വൈക്കോൽ തുരുമ്പുകളെ പോലെയാകുന്നു. അള്ളാഹുവിന്റെ പ്രയോഗം നോക്കും. ഈ ദുന്യാവ് നമ്മൾ അലങ്കാരം, ആഡംബരം, നമ്മൾ പെരുമ നടിക്കുന്നത്, മക്കളുടെയും അതുപോലെ സമ്പത്തിന്റെയും വിഷയത്തിൽ ദുരഭിമാനം നടിക്കുന്നത്,
അങ്ങനെ നമ്മൾ കെട്ടിപ്പൂട്ടി വെക്കുന്ന ഈ ദുന്യാവ് ഒരുപാടുണ്ട്. ഈ ദുന്യാവ് ഏതുപോലെയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുന്യാവ്? ഒരു മടക്ക് മുളച്ചു വരുന്ന സസ്യങ്ങൾ കാണുമ്പോ അത് കർഷകർക്ക് നല്ല ആശ്ചര്യം ഉണ്ടാവും. പക്ഷേ ആ പച്ചപ്പ് എല്ലാ സമയത്തും ഉണ്ടാവില്ല. ആ പച്ചപ്പതാ നീങ്ങുന്നു, അത് മഞ്ഞ കളറിലേക്ക് വരുന്നു, പിന്നെ ഡാർക്കായിട്ട് വരുന്നു. അങ്ങനെ നുരുമ്പി വൈക്കോൽ തുരുമ്പുകളെ പോലെ നുരുമ്പി പോകുന്നു. അത് ഒരു കാലത്ത് എന്തൊരു പച്ചപ്പുണ്ടായിരുന്നു. ഇതാണ് ദുന്യാവ്. അള്ളാഹു മനോഹരമായിട്ട് വിശദീകരിക്കണം, ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത്, അതുകൊണ്ട് ഈ ദുന്യാവ് ഇതിനെ വല്ലാതെ കാര്യത്തിലെടുത്ത് ഭാരമേറിയ ദിനത്തെ തള്ളണ്ട. നേരത്തെ പറഞ്ഞെന്താ? അള്ളാഹു താല നമ്മൾ വിശദീകരിക്കുന്ന ആയത്തിൽ പറയുന്നത്, വയദറൂന വറാഅഹും യൗമൻ സഖീലാ, ഭാരമേറിയ ദിനത്തെ അവർ പിറകോട്ട് തള്ളുന്നു. അതിനെ അവഗണിക്കണം, അതിനെ തള്ളിവിടുകയാണ്. എന്നാ അത് വേണ്ട. അത് ഈ ആയത്തിൽ ഇങ്ങനെ പറയുന്നത്, വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, പരലോകത്ത് അതിശക്തമായ മാരകമായ ശിക്ഷയുണ്ട്. വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അല്ലാഹുവിൽ നിന്നുള്ള പ്രീതിയും മഗ്ഫിറത്തും അവിടെ ഉണ്ട്. അപ്പോ അള്ളാഹുവിന്റെ കടുത്ത ശിക്ഷ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതേസമയം അള്ളാഹു ദയാലുവാൻ, വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തും അവന്റെ പൊരുത്തവും അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ തെറ്റുകൾ തിരുത്തി അള്ളാഹുവിലേക്ക് മടങ്ങുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ തെറ്റുകൾ തിരുത്താൻ മനുഷ്യന് മടിയാണ്. ദുന്യാവ് അവനെ വഞ്ചിക്കുക. അതാണ് ഖുർആൻ പറയുന്നത്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹികമായ ജീവിതമെന്ന് പറയുന്നത് അത് വഞ്ചിക്കുന്ന വിഭവങ്ങൾ മാത്രമാകുന്നു. ദുനിയാവിൽ ഒട്ടേറെ വിഭവങ്ങളുണ്ട്. അത് യഥാർത്ഥത്തിൽ മനുഷ്യനെ വഞ്ചിക്കുന്ന വിഭവങ്ങളാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. അത് മനുഷ്യനെ വഞ്ചിക്കുന്ന വിഭവങ്ങളാണ്. ദുനിയാവിൽ ഒരുപാട് വിഭവങ്ങളുണ്ട്, ഒരുപാടുണ്ട്. നമ്മുടെ ഭാര്യമാര്, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ മുതൽ, എന്തൊക്കെ ഈ ദുനിയാവിലുണ്ടോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അതൊക്കെ യഥാർത്ഥത്തിൽ വഞ്ചിക്കുന്ന വിഭവങ്ങളാണ്. എല്ലാവരും അതിൽ വഞ്ചിതരായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അധിക ആളുകളും വഞ്ചിതരാകും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ തന്നെ അതിനെ സംബന്ധിച്ച് വേറെ ആയത്തിൽ പറയുന്നുണ്ട്, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ. ലുഖ്മാൻ സൂറത്തിൽ അല്ലാഹു പറയുന്നത്, ഐഹികമായ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അധിക ആളുകളെയും വഞ്ചിക്കും. ദുനിയാവ് എന്ന് പറയുമ്പോൾ അതിലാണ് മനുഷ്യന് വീണുപോകും. എന്നാൽ ചിന്തിക്കുന്നില്ല, നമ്മൾ ദുനിയാവിൽ എത്ര സുഖമുണ്ടെങ്കിലും ദുനിയാവിലെ സുഖത്തിനൊക്കെ ഒരു കണക്കുണ്ട്. ഒരു നിലക്ക് നമുക്ക് സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ പിന്നീട് നമുക്കതിലൊക്കെ നിരാശ വരുന്നൊരു സന്ദർഭം. നമ്മൾ യഥേഷ്ടം ഭക്ഷണം കഴിക്കും. നമുക്കപ്പം നല്ല ആനന്ദമായിട്ട് തോന്നും, സുഖമായിട്ട് തോന്നും. ഈ പല ഭക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ട് വരും. അവസാനം പിന്നെ അതിന്റെ പേരിൽ ഒട്ടേറെ രോഗങ്ങൾ നമ്മൾ പേറുകയാണ്. പിന്നെ വളരെയധികം പ്രയാസപ്പെടാം. ഇനി അള്ളാഹു വിലക്കിയ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആനന്ദം തോന്നും. കള്ള് വല്ലാതെ കുടിക്കും. ആ കള്ള് വല്ലാതെ കുടിക്കുന്ന സമയത്ത് അവനിക്ക് എങ്ങനെ പറഞ്ഞാലും മനസ്സിലാവൂല. അവസാനം പിന്നെ ലഹരി വല്ലാതെ ഉപയോഗിച്ച് ലിവറിന് പ്രശ്നം വന്നു, തലച്ചോറിന് പ്രശ്നം വന്നു. പിന്നെ അതിന്റെ ഫലം അവനും ബാക്കിയുള്ളവരും അനുഭവിക്കണം. അവനൊന്ന് മരിച്ചു പോയെങ്കിലെന്ന് അവനെ ഏറെ ഇഷ്ടപ്പെട്ട നേരത്തെ അവനെ പിടിഞ്ഞിരുന്ന ആളുകൾക്ക് വിചാരിക്കാം. വ്യഭിചാരം അള്ളാഹു വിലക്കിയതാണ്. എന്നാൽ ആരോഗ്യമുണ്ടാകുമ്പോൾ ചിലർക്ക് അതിന്റെ ഗൗരവം അറിയില്ല. അങ്ങനെ അവൻ വ്യഭിചാരം ചെയ്യും. അവൻ അള്ളാഹു വിലക്കിയ ഒരു മാർഗത്തിലേക്ക് അവന് പോകും. അവസാനം പിന്നെ അവന്റെ ലൈംഗിക അവയവങ്ങളെ കൊണ്ട് അവന് പ്രയാസപ്പെടുന്നു. അതല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ മൂത്രത്തിന് ട്യൂബിട്ട് പിന്നെ അവന് പ്രയാസപ്പെടുകയാണ്. അവനും അവനല്ലാത്തവരൊക്കെ നല്ല രൂപത്തിൽ ജീവിച്ചവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കും. അള്ള വിലക്കിയ കാര്യങ്ങൾ ചെയ്ത് ചില അവയവങ്ങൾക്ക് അള്ളാഹു താല അവയവങ്ങളെ കൊണ്ട് അവനെ പാഠം പഠിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ പിന്നീട് സഹോദരൻ അവൻ ഖേദിച്ചു പോവാൻ. പുകവലി സംഗതി വലിയ പ്രശ്നമുള്ളൊരു സംഗതിയാണ്. പക്ഷെ ഒരു വേള, ഒരു സന്ദർഭത്തിൽ മനുഷ്യനത് ചിന്തിക്കൂല. അവസാനം പിന്നെ അവന്റെ ശ്വാസകോശങ്ങൾക്ക് പ്രശ്നം വന്ന് പിന്നീട് അവന് ചുമ അധികരിച്ച് വല്ലാതെ പ്രയാസപ്പെട്ട്, നേരത്തെ അവൻ ചില വിഷയങ്ങളിൽ ആനന്ദം കണ്ടതിന് പിന്നീട് അവൻ പ്രയാസപ്പെടും. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ നോക്കും. നല്ല ശീതീകരിച്ച റൂമിൽ കിടന്നുറങ്ങിയ ആളായിരുന്നു.
പക്ഷെ ഇപ്പൊ ഡോക്ടർ പറയുന്നത് AC ഇട്ട റൂമിൽ കിടക്കാൻ പാടില്ല എന്നാണ്. ഒരു ഫാന് പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത അവസ്ഥ. ഫ്രഷ് കാറ്റ് വേണമെങ്കിൽ കൊള്ളാം, അത് പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥ. നോക്കൂ, നിരാശപ്പെടുക. നമുക്ക് ഈ ദുന്യാവിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ദുന്യാവിന്റെ അവസ്ഥ പൊതുവെങ്ങനെ? സത്യം പറഞ്ഞാല് അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞത് ഇത് ഒരു കുറഞ്ഞ സമയം, അതായത് ചെടികൾ മുളച്ചു വരുമ്പോ അതിന്റെ പച്ചപ്പ് മാറും, ആ പച്ചപ്പ് നീങ്ങും, അത് ഉണങ്ങിയാണ് പോവും എന്നതുപോലെ നമ്മളൊരു വരവിന് വരും. ഓൻ പാറുന്ന കാലായിരുന്നു പറഞ്ഞു നമ്മൾ. പിന്നെ ആ പാറലൊക്കെ നിൽക്കും. മുൻഗാമികളൊക്കെ അങ്ങനെ പാറിയ ഒരുപാട് ആളുകളുണ്ട്, അടിപൊളി ജീവിതം നയിച്ചവരുണ്ട്. പലരും ഖബറില്ല, അവസ്ഥ നമുക്കറിയില്ല. ഇതൊരു സ്വപ്നം പോലെയാണ് മഹാന്മാർ പറയുന്നത്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വപ്നം പോലെയാണ്. സ്വപ്നം എന്ന് പറഞ്ഞാല് സ്വപ്നത്തിലെ അനുഭൂതിക്ക് ഒരു കണക്കുണ്ടല്ലോ അല്ലെ? സ്വപ്നത്തിലെ അനുഭൂതിക്ക് ഒരു കണക്കുണ്ട്. സ്വപ്നത്തിൽ ഇപ്പോ ഒരാള് നല്ല ഭക്ഷണം കഴിക്കുന്നതും വിമാനത്തിൽ പറക്കുന്നതും എല്ലാ സുഖങ്ങളും ആസ്വദിക്കുന്നതും, അങ്ങനെ ഒരാള് സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ സഹോദര ശ്രദ്ധിക്കണം, അത് താൽക്കാലിക ഞെട്ടി ഉണർന്നു, അത് തീർന്നുപോയി. രതി സുഖം ചിലപ്പോ ഒരാള് സ്വപ്നത്തിൽ അനുഭവിക്കും. കുളി നിർബന്ധമായി, സ്വപ്നസ്ഖലനുണ്ടായി. നോമ്പ് മുറിയില്ലെങ്കിൽ ഉത്തരവാദിയല്ലല്ലോ, എന്നാലും കുളി നിർബന്ധമായി. ഉണരലോട് കൂടെ തീർന്നില്ലേ? അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും സ്വപ്നത്തിലേക്ക് വഴിമാറിയാൽ അതിന്റെ രസം പോയും ചെയ്യും. ഫ്ലൈറ്റിലൂടെ പറക്കുന്നതും അല്ലെങ്കിൽ ബുർജ് ഖലീഫിന്റെ മുകളിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുന്നതൊക്കെയാണ് സ്വപ്നം കാണുന്നത്. അതിന്റെ അടിയിൽ അയിന്ന് കൊയിഞ്ഞാടി വീഴുന്നതാണ് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആകെ ബേജാറായി. അടിയിലേക്ക് പാറി വരണോ അടിയിൽ, അത് സ്വപ്നം കണ്ടാൽ പോയി. ഒരു സ്വപ്നം പോലെയാണ് യഥാർത്ഥത്തിൽ, അതിന് നിലനിൽപ്പില്ലല്ലോ. അലാ ഇന്നമദ്ദുന്യാ കഅഹ്ലാമി നായിമിൻ വമാ ഹാലു ഐശില്ലാ യകൂനു ബിദായിമി. ഒരു കവി അതിനെ സംബന്ധിച്ച് പാടിയത് അങ്ങനെയാണ്. ദുന്യാവെന്ന് പറയുന്നത് ഒരു ഉറങ്ങുന്നവന്റെ സ്വപ്നം പോലെയാണ്. ഉറങ്ങുന്നവന്റെ സ്വപ്നത്തിന്റെ അവസ്ഥ എന്താ? അത് ഒരിക്കലും ഒരു സ്ഥായിയായി ലഭിക്കുന്ന ജീവിതമല്ല. അത് ജീവിതം എന്ന് പറഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താ? ഒരിക്കലും അത് സ്ഥായിയായി നമുക്ക് ലഭിക്കുന്നതല്ല. കുറഞ്ഞ കാലം. ഏതുപോലെ? ഉറങ്ങുന്നവന്റെ സ്വപ്നം പോലെയാണ്. സ്വപ്നത്തിലൂടെ ഒരു ഉറങ്ങുന്ന ആള് സ്വപ്നം കാണുമ്പോ അതിന്റെ ആ സുഖത്തിനൊരു കണക്കുണ്ട്. ഇത്രേ ഉള്ളൂ നമ്മുടെ ജീവിതം എന്നാണ് കവി പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് സഹോദര ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നതും. നേരത്തെ പറഞ്ഞല്ലോ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ആ പച്ചപ്പ് പോലെയാണെന്ന്. അലാ ഇന്നമദ്ദുന്യാ നളാറതു ഐകതിൻ ഇദഖ്ലറ മിൻഹാ ജാനിബുൻ ജഫ്ഫ ജാനിബു. മറ്റൊരു കവി പാടി, ദുന്യാവെന്ന് പറയുന്നത് ഒരു മരക്കാവിലെ ശോഭ പോലെയാണ്. മരങ്ങള്, ഒരു കൂട്ടം മരങ്ങളുണ്ടെങ്കിൽ ആ മരങ്ങളിലെ ആ പച്ചപ്പ്, അതിന്റെ ശോഭ, അതുപോലെയാണ് ദുന്യാവ്. ഒരു ഭാഗം ഉണങ്ങിപ്പോകുമ്പോൾ ഒരു ഭാഗം പച്ച പിടിക്കുന്നു, ഒരു ഭാഗം ഉണങ്ങുമ്പോ ഒരു ഭാഗം പച്ച വരുന്നു. ഇതുപോലെ ദുന്യാവ്. അപ്പൊ നമ്മുടെ ഊഴമാണ്. നമ്മളങ്ങനെ മാറിക്കൊടുക്കും. വയസ്സാവുമ്പോ ദീർഘായുസ് കിട്ടുകയാണെങ്കിൽ, ദീർഘായുസ് അല്ലാഹു നമുക്ക് നൽകുകയാണെങ്കിൽ നമ്മൾ മാറിക്കൊടുക്കും. അപ്പൊ മറ്റൊരു വിഭാഗം വരും. ഇപ്പൊ അങ്ങനെ കുട്ടികളെ കണ്ടില്ലേ, ചെറിയ കുട്ടികളൊക്കെ. ആ കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ തോന്നും വലിയ ഭാഗ്യവാന്മാർ, ഇനി കുറെ കാലം ഉണ്ടെന്ന് തോന്നും. നമ്മൾ കുട്ടികളായിരുന്നു, അന്നത്തെ വയസ്സന്മാര് ചിന്തിച്ചിട്ടുണ്ടാവും. ഇനി നമ്മളിങ്ങനെ ഓരോ നിമിഷം കഴിയും തോറും നമ്മുടെ വയസ്സ് തീർന്ന് നമ്മൾ മരണത്തിലേക്ക് അടുക്കുകയാണ്. ഈ കാര്യത്തെപ്പറ്റി നമുക്ക് നല്ല ബോധം വേണം. ആ ബോധം പക്ഷെ മനുഷ്യനില്ല എന്നുള്ളതാണ്. ദുന്യാവ് എന്നുള്ള ഒരു ചിന്ത മാത്രം. അതിന് എത്ര ടൈം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറ്. എന്നാൽ നാളേക്ക് വേണ്ടി നമ്മൾ ഭാരമേറിയ ഒരു ദിനത്തെ പിറകോട്ട് തള്ളണം. ആ ഭാരമേറിയ ദിനത്തിലേക്ക് വേണ്ടി സഹോദര എന്തെങ്കിലും ഒന്ന് ഒരുക്കി വെക്കാൻ, ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നമുക്ക് വരുന്നില്ല. നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതിഫലം ഉണ്ടാക്കാം. കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ചെയ്ത എത്ര കൂലുണ്ടാവും? ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരിക്കൽ റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് വന്നു. ജിബ്രീൽ എന്ന മലക്കിനോടുകൂടെ മീകായിലും ഇസ്രാഫീലും അസ്രായീലും അലൈഹിമുസ്സലാം അവരൊക്കെ ഉണ്ട്. 4 മലക്കുകൾ നബിയുടെ അരികിലേക്ക് വരിക. എന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തിരുദൂതരോട് പറയാണ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, അങ്ങയുടെ മേലിൽ ഒരാള് 10 സ്വലാത്ത് ഒരു ദിവസം ചൊല്ലുകയാണെങ്കിൽ അയാളുടെ കൈ പിടിച്ച് ഞാൻ സിറാത്ത് പാലത്തിലൂടെ കൊണ്ടുപോകുന്നതാണ്. ശ്രദ്ധിച്ചോളി,
ദുന്യാവിലെ നമുക്ക് ദുന്യാവിന്റെ കാര്യത്തിൽ ഇഷ്ടം പോലെ ടൈമുണ്ട്. എത്ര നമ്മൾ ചെലവാക്കും, ഇനി എത്ര ഓടാനും തയ്യാറാണ്. എന്നാൽ അതേ സമയത്ത് ഒരു നല്ല കാര്യത്തിന് ഒരു 10 മിനിറ്റ് ചെലവാക്കാൻ മടിയാണ് നമുക്ക്. അള്ളാന്റെ തിരുദൂതർ പറയാണ്, ജിബ്രീൽ എന്ന മലക്കനോട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ മേലിൽ ഒരാൾ 10 വട്ടം ഒരു ദിവസം സ്വലാത്ത് ചൊല്ലിയാൽ നാളെ സിറാത്ത് പാലം കടക്കുമ്പോൾ അവന്റെ കൈ പിടിച്ച് ഞാൻ കൊണ്ടുപോകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. 10 സ്വലാത്തിനാണ്, വെറും 10 സ്വലാത്ത്. ഇനി കൂട്ടുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. 100 ഒരു കണക്കാണ്, നബി തങ്ങൾ പറഞ്ഞൊരു കണക്കാണ് 100. തസൗഫിന്റെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് മിനിമം 10 സ്വലാത്ത് ചെല്ലാൻ. നമ്മളിപ്പോ ക്ലാസ് നിർത്തുമ്പോ 10 സ്വലാത്ത് ചെല്ലുണ്ട്. എത്ര കുറഞ്ഞ ടൈം മതി? സിറാത്ത് പാലം കടക്കുമ്പോൾ റൂഹുൽ അമീൻ ജിബ്രീൽ എന്ന മലക്കുവിന്റെ കൈ പിടിച്ചു കൊണ്ടുപോകും. മലക്ക് എന്ന് പറഞ്ഞാൽ നൂറിനാൽ പടക്കപ്പെട്ടതാണ്. മലക്കുകൾ എന്ന് പറയുന്നത് പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടതാണ്. പ്രകാശത്തിന്റെ സ്പീഡ് സഹോദര നമുക്കറിയാം, മിന്നൽ വേഗതയിൽ പോവും. എന്തേ ചെയ്തത്? അത് നബിയുടെ മഹത്വമാണ്. അള്ളാഹ് ഇങ്ങനെ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. എന്ത്? ഞാനും എന്റെ മലക്കുകളും ഹജ്ജ് ചെയ്യുന്നു, മുഅ്മിനീങ്ങളെ നിങ്ങളും ചെയ്തോളൂ അങ്ങനെ പറയുന്നില്ല. ഞാനും എന്റെ മലക്കുകളും നിസ്കരിക്കുന്നു, മുഅ്മിനീങ്ങളെ നിങ്ങളും നിസ്കരിച്ചോളൂ അങ്ങനെ ഖുർആനിലൊരു പരാമർശമില്ല. ഞാനും എന്റെ മലക്കുകളും നോമ്പെടുക്കുന്നു, നിങ്ങളും നോമ്പെടുത്തോളൂ അങ്ങനെ പറയുന്നില്ല. ഞാനും എന്റെ മലക്കുകളും ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, നിങ്ങളും ദാനധർമ്മങ്ങൾ ചെയ്തോളൂ അങ്ങനെയും പറയുന്നില്ല. പക്ഷെ ഖുർആൻ പറയുന്നത് എങ്ങനെയാണ്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അള്ളാഹുവും അവന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നു, അതുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കോളി. അള്ളാഹു ചെല്ലുന്നത് ചെല്ലിയടാ മോമിനീങ്ങളെ, നിങ്ങൾ മടിക്കണ്ടെന്നാ ഖുർആൻ പറയുന്നത്. അപ്പൊ അതിന്റെ വലിപ്പം കൊണ്ട് തന്നെയാണ് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നത്, ഒരു ദിവസം 10 വട്ടം സ്വലാത്ത് നിങ്ങളെ പേരിൽ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ ഞാൻ അവന്റെ കൈ പിടിച്ച് സിറാത്ത് പാലം കടത്തിക്കൊണ്ടുപോകും. എന്താ ചെയ്തൂടെ? ഭാരമേറിയ ഒരു ദിനത്തിലെ ഭാരമേറിയ ഒരു മേഖലയാണ് സിറാത്ത് പാലം കടക്കൽ. ആയിഷ ബീവിയോട് അള്ളാന്റെ തിരുദൂതർ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് സഹോദര മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ മേലിൽ ഒരാൾ 10 സ്വലാത്ത് ഒരു ദിവസം ചൊല്ലുകയാണെങ്കിൽ അങ്ങനെ പതിവാക്കുന്ന ഒരാൾക്ക് ഹൗദിൽ നിന്ന് ഞാൻ മുക്കിക്കൊടുക്കുന്നതാണ്. ഉടനെ മലക്ക് ഏൽക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സിറാത്ത് പാലം കൈപിടിച്ച് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോ ഉടനെ തന്നെ പറയാണ്, ഞാൻ ഹൗദിൽ നിന്ന് മുക്കിക്കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഒരു 10 സ്വലാത്തെങ്കിലും ഒരു ദിവസം ചൊല്ലിയാൽ എത്ര സെക്കൻഡുകൾ മതി അതിന്? എത്ര മണിക്കൂറുകൾ നമ്മൾ വെറുതെ കളയും? ഹൗദുൽ കൗസർ, ഹൗദുൽ കൗസറിൽ നിന്ന് സുബ്ഹാനല്ലാഹ് പാലിനേക്കാൾ വെളുത്തത്, തേനിനേക്കാളും മധുരമുള്ളത്, കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമുള്ളത്. ഒറ്റ പ്രാവശ്യം കുടിച്ചാൽ പിന്നെ ദാഹം വരില്ല. പക്ഷേ കുടിക്കാൻ വല്ലാത്ത മോഹമുണ്ടാകും. അത്ര ദാഹം ഒരു ബുദ്ധിമുട്ടാണ്, അതവിടെ ഇല്ല മുഅ്മിനീങ്ങൾക്ക്. ആ ഹൗദിൽ നിന്ന് കോരിക്കൊടുക്കും ആര്? മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. വേണ്ടതോ ഒരുപാട് മണിക്കൂറുകൾ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു ഏർപ്പാടില്ല. 10 സ്വലാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ സമയത്ത് ഇസ്രാഫീൽ എന്ന മലക്കനോട് പറഞ്ഞു, നബിയെ, അങ്ങയുടെ മേലിൽ 10 സ്വലാത്ത് വീതം പതിവാക്കുന്ന, ഓരോ ദിവസവും പതിവാക്കുന്ന ആള്, അയാളുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കാൻ ഞാൻ സുജൂദിൽ കിടന്ന് ദുആ ചെയ്യും. അദ്ദേഹത്തിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തു എന്ന ഉറപ്പ് കിട്ടാതെ സുജൂദിൽ നിന്ന് ഞാൻ തല ഉയർത്തുകയില്ലെന്ന് ഇസ്രാഫീൽ എന്ന മലക്ക് എന്നോട് പറഞ്ഞുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്രാഫീൽ എന്ന മലക്ക് പറയാൻ, നബിയെ, അങ്ങയുടെ മേലിൽ 10 സ്വലാത്ത് എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾ അവരുടെ ദോഷം പൊറുക്കാൻ ഞാൻ സുജൂദിൽ കടന്ന് പറയുന്നത്. ഒരു മലക്ക് ദ്വാരക്കൊന്ന് മാത്രമല്ല, എവിടെ കടന്നാ ദ്വാരക്കുന്നത്? സുജൂദ് കടന്നിട്ടാണ്. സുജൂദ് കടന്നിട്ടാകുമ്പോ വേഗം ഉത്തരം കിട്ടും. അള്ളാനായിട്ടുള്ള ബന്ധം കൂടുമ്പോഴാണല്ലോ ഉത്തരം വേഗം കിട്ടുക. മലക്കളൊക്കെ നല്ല ബന്ധമാണ്, എല്ലാ നിലക്കും പെർഫെക്റ്റ് ആണല്ലോ, ഒരു തെറ്റും ചെയ്യാത്തവരാണല്ലോ, മഅ്സൂമീങ്ങളല്ലേ മലക്കുകള്. മലക്ക് അള്ളഹാനോട് ചോദിക്കുന്നു എന്ന് മാത്രമല്ല, സുജൂദ് കടന്ന് ചോദിക്കും. അയാളെ ദോഷം അള്ള പുറത്തു കൊടുത്തു എന്ന് ഉറപ്പ് എനിക്ക് കിട്ടാതെ ഞാൻ സുജൂദിൽ നിന്ന് തല ഉയർത്തൂല എന്ന് ഇസ്രാഫീൽ എന്ന മലക്കനോട് പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പിന്നെ നമുക്ക് ചൊല്ലിക്കൂടെ? ശുദ്ധിയുടെ ആവശ്യം പോലുമില്ല. യാത്രയിലും മറ്റൊക്കെ ചെയ്യാം. നമ്മളെ വേറെ ജോലി നടക്കുമ്പോഴും ഇത് നടക്കും. എത്ര 10 വട്ടം ചെല്ല, എത്ര 10 വട്ടം പഠിച്ചോളൂ സഹോദര. അള്ളാന്റെ തിരുദൂതർ പിന്നീട് പറഞ്ഞത്, ഈ സന്ദർഭത്തിൽ അസ്രായീൽ എന്ന മലക്ക് പറഞ്ഞു,
നബിയെ, അങ്ങയുടെ മേലിൽ ഒരാള് 10 സ്വലാത്ത് ഓരോ ദിവസവും 10 സ്വലാത്ത് വീതം ചൊല്ലുന്നുവെങ്കിൽ അമ്പിയാക്കളുടെ ആത്മാവിനെ പിടിച്ച പോലെ ഞാൻ അവന്റെ ആത്മാവിനെ പിടിക്കുമെന്ന് മഹാനായ അസ്രായീൽ എന്ന മലക്കനോട് പറഞ്ഞു വന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്രായീൽ എന്ന മലക്ക് പറയാം, റൂഹിനെ പിടിക്കുന്ന ചുമതലയുള്ള അദ്ദേഹം പറയണം, ഓരോരുത്തരും അവനവന്റെ വകുപ്പ് ഏൽക്കുകയാണ്. റൂഹിനെ പിടിക്കുന്ന മലക്ക് പറയുന്നത്, അവന്റെ ആത്മാവിനെ ഞാൻ പിടിക്കുമ്പോൾ അത് അമ്പിയാക്കളുടെ ആത്മാവിനെ പിടിക്കുന്ന പോലെ ലോലമായ രൂപത്തിൽ പിടിക്കും. അമ്പിയാക്കളുടെ ആത്മാവിനെ ആയിരിക്കും ഏറ്റവും ലോലമായിട്ട് പിടിച്ചിരിക്കുക. ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, മോശപ്പെട്ട ആളുടെ ആത്മാവിനെ പിടിക്കുന്നതും നല്ല ആളുടെ ആത്മാവിനെ പിടിക്കുന്നതും പറയുന്നുണ്ട്. ദയ കാണിക്കാതെ നിർദ്ദയം ഉള്ളിലേക്ക് പ്രവേശിച്ച് പരുഷമായ രൂപത്തിൽ ഊരിയെടുക്കുന്നവയെ തന്നെ സത്യം. നാസിയാത്ത് സൂറത്തിൽ പറയാം. എന്നാ മോമിനിങ്ങളുടേതോ വളരെ സൗമ്യമായ രൂപത്തിൽ അഴിച്ചുവിടുന്നവയെ തന്നെ സത്യം. അത് പറയണം. നല്ല ആളുകളുടെ ആത്മാവിനെ പിടിക്കുമ്പോൾ വളരെ ലോലമായ രൂപത്തിൽ വേദനിപ്പിക്കാതെ പിടിക്കും. അമ്പിയാക്കളായിരിക്കും ഏറ്റവും ലോലമായ രൂപത്തിൽ പിടിച്ചിരിക്കുക. ആ രൂപത്തിൽ നമുക്ക് ലഭിക്കാനുള്ള ഒരു വഴിയാണ് ഏത്? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വലാത്ത് ഒരു 10 സ്വലാത്തെങ്കിലും ഒരു ദിവസം ചൊല്ലാം. നമുക്ക് 100 സ്വലാത്തെല്ലാം പണിയില്ല, 10 മിനിറ്റ് മതി. 10 മിനിറ്റ് മതി നമുക്ക് 100 സ്വലാത്തില്ല. തസൗഫിന്റെ പണ്ഡിതന്മാർ പറയുന്ന 300 സ്വലാത്തേനും ചെല്ലണമെന്ന് ഒരു ദിവസം. 100 എന്തായിരുന്നാലും വേണമെന്നാണ്. ആ കോട്ട നമ്മൾ തീർത്തിടണം. എത്ര സമയം നമ്മൾ ചെലവാക്കുന്നുണ്ട്? അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാവട്ടെ. സഹോദര, കാരണം നമ്മുടെ സമയം നമ്മൾ വേസ്റ്റാക്കി അവസാനം നമ്മൾ ഖേദിക്കുന്ന അവസ്ഥ വരും. എന്നാൽ ഇതിനൊന്നും സമയമല്ലാതെ നമ്മൾ പരക്കം പാച്ചിൽ ദുനിയാവിന്റെ പേരിൽ ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടും. ഇതൊക്കെ ഒഴിവാക്കി നമ്മൾ പോകും. ലോകം അടക്കി ഭരിച്ച ആളായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹം എത്ര മുതലാണ് ഒരുമിച്ച് കൂട്ടിയത്! എത്ര സ്വർണ്ണ നാണയങ്ങളും എത്ര രത്നങ്ങളും എത്ര മുത്തുകളുമാണ് അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയത്! അവസാനം മാരകമായ രോഗം ബാധിച്ച് അദ്ദേഹം നല്ല ടൈമിൽ തന്നെ വട പറയുമ്പോൾ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം വസിയത്ത് ചെയ്താണ്, എന്റെ ശവം കൊണ്ടുപോകുന്ന സമയത്ത് 2 കൈകൾ ശവപ്പെട്ടിക്ക് പുറത്തേക്ക് കാണിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വസിയത്ത്. അദ്ദേഹത്തിന്റെ സങ്കടം കൊണ്ട് അദ്ദേഹം ചെയ്താണ്. ഒരുപാട് വെട്ടിപ്പിടിച്ചു. ഖജനാവിൽ ഇഷ്ടംപോലെ സ്വർണ്ണ നാണയങ്ങൾ. പക്ഷേ മരിക്കുന്ന സമയത്തോ ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞത്, എന്റെ ശവം കൊണ്ടുപോകുമ്പോ 2 കൈകളും ശവപ്പെട്ടിക്ക് പുറത്ത് വെക്കണം. എന്തിന്? ഇതാ ഒന്നുമില്ലാതെയാണ് ഞാൻ പോകുന്നതെന്ന് ജനങ്ങൾ കണ്ടോട്ടെ. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ലോക പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിനെ പരിചരിക്കാൻ ഒരുപാട് ഭിഷഗ്വരന്മാരുണ്ടായിരുന്നു, ഡോക്ടർമാരുണ്ടായിരുന്നു. എന്റെ ശവം കൊണ്ടുപോകുമ്പോ ശവപ്പെട്ടിക്കടുത്ത് നിൽക്കേണ്ടത് ഡോക്ടർമാരാണെന്ന് അദ്ദേഹം നിയമം വെച്ച് വസിയത്ത്. എന്താ കാരണം? ഒരു ഡോക്ടർക്കും മരണത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന് ആളുകൾ അറിയട്ടെ. ലോകപ്രശസ്തനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അവസ്ഥ ഇതായിരുന്നു. എന്തേ കിട്ടിയത്? ഇനി ഇത് നേരെ നമ്മിലേക്കൊന്ന് ചേർത്തി നോക്കി. എത്ര സമ്പന്നനായ ഒരു മുസ്ലിമാണെങ്കിലും ആ കോറത്തുണി 2 കഷ്ണം, അതല്ലേ نصيبك مما تجمع الدهر كله لفيفان تدرج فيه ما وحنوت. ദുന്യാവിൽ നീ ഒരുപാട് കാലം ഒരുമിച്ച് കൂട്ടിയ മുഴുവൻ സമ്പത്തും, പക്ഷെ നീ കൊണ്ടുപോകുന്നതോ വെറും 2 കഷ്ണം തുണിയും അതുപോലെ അല്പം പഞ്ഞിയും, അതില് ബദനാൻ കുറച്ച് കർപ്പൂരവും, അത്രയല്ലേ ഉള്ളൂ. ഇതിനു വേണ്ടിയാണ് സഹോദര നമ്മൾ ദുന്യാവ് നഷ്ടപ്പെടുത്തുന്നത്. ദുന്യാവിന്റെ അവസ്ഥ ഏതാണ്? എത്ര ആളുകളുണ്ട് ദുന്യാവിന്റെ പേരിൽ കടിപിടി കൂടുന്നവർ. ജ്യേഷ്ഠാനുജന്മാർ പോലും അതിന്റെ പേരിൽ പ്രശ്നം. ആരാ കൊണ്ടുപോകുക? കഴിഞ്ഞ ആഴ്ച കണ്ടില്ല നിങ്ങൾ? ഒരു കുടുംബത്തിലെ 6 ആളുകളല്ലേ ഒപ്പം മരിച്ചത്? ദുന്യാവിന്റെ ചിന്തിച്ചു നോക്കി. നമ്മളൊക്കെ ബന്ധങ്ങൾ വല്ലതും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം വിളക്കി ചേർക്കണം. ഗൾഫിൽ നിന്ന് എത്ര പ്രതീക്ഷയോടെയാണ് ആ സഹോദരൻ വരുന്നത്. സഹോദര, തന്റെ മാതാവുണ്ട്, പിതാവുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അളിയനുണ്ട്, പോയില്ലേ? എത്ര സന്തോഷത്തോടുകൂടെയാണ് ആ അധ്വാനിച്ചുണ്ടാക്കിയത് വീട്ടുകാർക്ക് പെട്ടിയിൽ കെട്ടിയിട്ട് കൊണ്ടുവരുന്നത്. എത്ര ആനന്ദത്തോടുകൂടെ ആയിരിക്കും. ആ
ആലോചിക്കണം, ആ സഹോദരന്റെ ഭാര്യയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും വരുമ്പോ. ചിന്തിച്ചു നോക്കൂ, അയാളുടെ മാനസികാവസ്ഥ എന്താ. എത്ര സന്തോഷത്തോടെ ഒന്ന് വീട്ടിലേക്കണയാൻ കൊതിക്കുന്നത്, വെമ്പൽ കൊള്ളുന്നത്. പക്ഷേ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ആക്സിഡന്റിൽ മരിച്ചത് കണ്ടില്ല നിങ്ങൾ. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താ. ഒരു ചെറിയ ബാലൻ, ഒരു കുട്ടി മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. യർമൂക്കിന്റെ യുദ്ധക്കളത്തിൽ ഒരു പാത്രം വെള്ളം ഒരു മൂക സാക്ഷിയായി ബാക്കിയായതുപോലെ നിഷ്കളങ്കനായ ഒരു ബാലൻ മാത്രം ബാക്കിയായി. ബാക്കിയൊക്കെ പോയില്ലേ. ഗൃഹപ്രവേശനത്തിന് കാത്തു നിൽക്കുന്ന ആ വീട് നോക്കൂ നിങ്ങൾ. വേണോ ഇനി ആ വീട്? ദുന്യാവ്. നമ്മൾ വെറുതെ ഒരു സെന്റ് വേണ്ട, ഒരു ചാണിന്, ഒരു തെങ്ങും തൈക്ക്, ഒരു തെങ്ങുമെന്ന് ഇവിടെ തേങ്ങക്ക് അന്തമില്ലാതെ തർക്കിക്കാണ് സഹോദര. അതിന്റെ പേരിൽ കലഹമുണ്ടാക്കുകയാണ്. ഇതൊന്നും ആർക്കും വേണ്ടി വരൂല. സ്നേഹത്തോടുകൂടെ ഐക്യത്തോടുകൂടെ ജീവിച്ചാൽ നമുക്കൊരുപാട് പ്രാർത്ഥനകൾ ലഭിക്കും. നമ്മൾ മരിച്ചുപോയാലും. നേരെ മറിച്ച് നമ്മളൊരു ശല്യക്കാരനായാൽ ആരും പ്രാർത്ഥിക്കൂല. നമുക്ക് പ്രാർത്ഥിച്ചാൽ പിന്നെ മനസ്സിൽ കിടത്തി പ്രാർത്ഥിക്കൂല. ആമീൻ പറഞ്ഞാലും ആ ആമീനൊരു ആത്മാർത്ഥമായ ആമീനാവൂല. എന്തിനാ പിന്നെ? എന്താ നമുക്ക് ലഭിക്കുക? നമുക്കൊന്നും കിട്ടൂല. ഇതാ അത് മാത്രല്ലേ, ഏതാനും തുണിക്കഷ്ണം, അത് തന്നെ നല്ല തുണിയല്ല. എല്ലാവർക്കും ഒരുപോലെ. അപ്പോഴല്ലേ എല്ലാവരും ഒരുപോലെ ആകാം. ചില ആളുകൾ കല്യാണം നടത്തുമ്പോ, സൽക്കാരം നടത്തുമ്പോ അവർ VIP-കൾക്കൊരു കല്യാണം, VIP-കൾക്കൊരു സൽക്കാരം, നാട്ടുകാർക്ക് വേറൊന്ന്, പാവങ്ങൾക്ക് വേറൊന്ന്. ഇല്ലേ? VIP-കൾ മാത്രം വരുന്നു, ഏറ്റവും പുതിയ കാറുകൾ മാത്രം ഇങ്ങനെ വരുന്നു. അയൽവാസി അറിയില്ല വിവരം. എന്തേ? അയാളതിന് വിളിച്ചിട്ടില്ല. അയാളെ വിളിക്കാൻ മാത്രമല്ല സദ്യ. അവിടെ ഇരിക്കുന്ന ആളുകളോടുകൂടെ അയൽവാസിയായ സാധുവായ മനുഷ്യനെ ഇരുത്താൻ പറ്റൂല എന്നുള്ളയിടത്ത അള്ളാഹു ശപിച്ച സദ്യയാണത്. അവിടൊക്കെ വ്യത്യാസമുണ്ട്. മരിക്കുമ്പോ മാത്രമാണ് സഹോദര, പിന്നെ വ്യത്യാസമില്ല. എത്ര വലിയ മുതലാളിയാണെങ്കിലും അയാളെയും ഒരുപോലെ കുളിപ്പിക്കുന്നു, പഞ്ഞിവെക്കുന്നു മൂക്കിൽ. ചിന്തിക്കുകയാണെങ്കിൽ ഈ വാഹനങ്ങളൊക്കെ ഉണ്ട്, കമ്പനിയിലേക്ക് ഒരു തിരിച്ചു കൊടുക്കൽ സീൽ ചെയ്തിട്ട് എന്നതുപോലെ നമ്മുടെ മൂക്കിലും നമ്മുടെ മലദ്വാരത്തിലും നമ്മുടെ ദ്വാരങ്ങളിലും നമ്മുടെ പൊക്കിൾ കൊടിയിലും നമ്മുടെ സുജൂദിന്റെ സ്ഥാനങ്ങളിലൊക്കെ പഞ്ഞി വെച്ച് അടക്കി അയക്കുകയാണ്. മണ്ണിന്ന് വടക്കപ്പെട്ട മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ, ഖബറിലേക്ക് തന്നെ. എന്താ നമ്മൾ ഓർക്കാത്തത്? അതിനെപ്പറ്റി നമ്മൾ ഓർക്കാത്തത് കൊണ്ടാണ് മനുഷ്യന്മാര് പ്രശ്നം. അതുകൊണ്ടാണ് പ്രശ്നം. സഹോദരാ, നമ്മൾ ചിന്തിക്കണം. ദുനിയാവിന്റെ കഥ ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു തആല ഇത് സംബന്ധമായിട്ട് പറയുന്നുണ്ട്. വല്ലാതെ നമുക്കൊന്നും വേണ്ടി വരൂല. കാരണം ഖുർആനില് ഒരുപാട് ആളുകളെ പറ്റി അല്ലാഹു പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോ ഒറ്റ ആയത്തിൽ അല്ലാഹു വളരെ സംക്ഷിപ്തമായി പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. എന്ത്? ദുന്യാവിനെ അമിതമായി ആളുകൾ ഇഷ്ടപ്പെടുകയാണ്. അതേ സമയത്ത് ഭാരമേറിയ ദിനത്തെ അവർ പിറകോട്ട് തള്ളുകയാണ്. ഭാരമേറിയ ദിനത്തെ അവർ പിറകോട്ട് തള്ളുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിച്ചു. നമ്മുടെ അവസ്ഥ ഇത് തന്നെയല്ലേ? നമുക്ക് ഭാരമേറിയ ഒരു ദിനം വരുന്നതിനെ പറ്റി നമുക്ക് ചിന്തല്ല. നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും വലുതാക്കണമെന്ന നമുക്ക് ഭയങ്കര ദീർഘവീക്ഷണ വിഷയത്തിൽ നമ്മുടെ മക്കളെ കാര്യം അല്ലാതെ നമ്മൾ ചിന്തിക്കണ്ട. മക്കൾക്കൊന്നും വേണ്ട എന്നുള്ളതല്ല, മക്കൾ നമ്മളെക്കാൾ പ്രതിഭകളാവും. നമ്മളൊന്നിപ്പോ കഷ്ടപ്പെട്ട് ജമാഅത്ത് മുടക്കി ജുമുഅക്കും പോകാതെ ഒരു ദീനും ഇല്ലാതെ ഒരു സ്വലാത്തും നമ്മക്കില്ലാതെ നമ്മൾ ഇടങ്ങേറായി ഉണ്ടാക്കുന്ന വീട് നമ്മളെ മക്കൾക്ക് മതിയാവൂല. അത് അന്നത്തെ JCB ഇന്നത്തെക്കാളിൽ കുറച്ചും കൂടി പവറുള്ള കാരണം നേരത്തും മോഡല് പോയി. നമ്മളെ വാപ്പാന്റെ വാപ്പുണ്ടാക്കിയ വീടിന്ന് പോരാ, കുട്ടിയൊക്കെ മോഡല് പോരാ. മോഡലില്ലാത്ത വീടായതുകൊണ്ട് കല്യാണം ശരിയാകുന്നില്ല. അപ്പൊ എന്തായാലും പൊളിച്ചേ മതിയാവും. പഴയതൊന്നും ഇടിച്ച് നിരത്തിയിട്ട് ഇനിയിപ്പോ എത്ര മോഡൽ ഉണ്ടാക്കിയാലോ ദിവസം മാറിയല്ലേ. ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ്സിന് ചെന്നപ്പോ ഭക്ഷണത്തിന് കൊണ്ടുപോയ വീട് നല്ല ഉഷാറാണ്. സിറ്റ് ഔട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതിങ്ങനെ നന്നാക്കാതിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതെന്താ പണിയെടുക്കാത്ത? അപ്പൊ ഇയാള് പറഞ്ഞു എന്നോട്, ഉസ്താദേ നമ്മളിപ്പോ ഒരു മോഡൽ ഉണ്ടാക്കിയ അത് 2 ദിവസം കൊണ്ട് മാറി. ആര് ചോദിച്ചാലും പണി നടന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര ഐഡിയക്കാരനാണ്. അയാൾ പറഞ്ഞത് സാരുപടി ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് ഔട്ട് ഓഫ് ഫാഷൻ ആയപ്പോ ഞാൻ പൊളിച്ചൊഴിവാക്കി, പിന്നെ അത് ഇടങ്ങേറ് വന്നു, പിന്നെ ഞാൻ വെച്ചപ്പോ പോയി. അപ്പൊ ഇയാൾ പൊളിച്ചിട്ട് അപ്പൊ ഒന്നും ചെയ്യാതിട്ട് മോഡൽ ഇങ്ങനെ മാറുന്നത് കൊണ്ട്. സംഭവം ശരിയാണ്, അയാള് നല്ല ബുദ്ധിമാനാണ്. അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം. അത് പറഞ്ഞതന്നെ ശരി. ഇത് മാറിക്കൊണ്ടേയിരിക്കണം. അപ്പൊ അയിമ നമ്മൾ വല്ലാതെ സൈക്കിൾ എടുത്ത് കൂടണ്ട. എന്താ കാരണം എന്നറിയോ? എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ഇവിടെ ലോകത്ത് ഭയങ്കര സൗകര്യം ഉണ്ടായിരുന്ന
നല്ല നല്ല പ്രൗഢമായ കെട്ടിടങ്ങൾ സ്ഥാപിച്ച ആളായിരുന്നു ഫിർഔൻ. എത്ര പാർക്കുകൾ, എത്ര സൗകര്യങ്ങൾ. അള്ളാഹുവിനെ പറ്റി എന്താ പറഞ്ഞറിയോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ അവർ ഹിജ്റ പോകുമ്പോൾ അവരെ പിന്നാലെ ലക്ഷക്കണക്കിന് പട്ടാളക്കാരെയും കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു മൂസാ നബിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ചാവാനാണ് അവൻ പോയത്. അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞെന്താ അറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين. അല്ലാഹു പറയുന്നു, കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ. എത്രയെത്ര തോട്ടങ്ങളാണ്, എത്രയെത്ര അരുവികളെയാണ് അവർ ഉപേക്ഷിച്ചു പോയത്. അവർക്കറിയോ ചാവാനാ പോകുന്നത്. 6.25 ലക്ഷം ആളുകളോടുകൂടെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഹിജ്റ പോകുമ്പോ അവരെ പിടികൂടാനാണ് അതിലേറെ ലക്ഷങ്ങൾ അനുയായികളുള്ള പട്ടാളക്കാരുള്ള ഫിർഔൻ എന്ന സ്വച്ഛാധിപതി പിടിക്കാൻ പോകുന്നത്. പിടിക്കണം എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഈ പോകുമ്പോ അവർ ഒക്കെ ഒഴിവാക്കി പോവാണ്. അവർക്കറിയോ ഇനിയൊരു മടക്കല്ല. എത്ര ദുന്യാവുണ്ടായിരുന്നു, എത്രയെത്ര തോട്ടങ്ങള്, എത്രയെത്ര അരുവികളെ. നൈൽ നദിയെ നോക്കി പോലും അവൻ പറയുമായിരുന്നു നൈല് എന്താണ്. നൈലിന്റെ തീരത്തായിരുന്നു അവന്റെ കൊട്ടാരം. എന്തൊക്കെ സൗകര്യങ്ങൾ. അള്ളാഹു പറയുന്നു, എത്രയെത്ര കൃഷിയിടങ്ങളെയാണ് ഉപേക്ഷിച്ചു പോയത്. വമഖാമിൻ കരീം, മനോഹരമായ വാസസ്ഥലങ്ങളെ. വനഅ്മത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവർ സുഖിച്ചിരുന്ന എത്രയെത്ര അനുഗ്രഹങ്ങളെ. അള്ളാഹു പറയുന്നു, എത്ര തോട്ടങ്ങളെ, എത്ര അരുവികളെ, എത്രയെത്ര കൃഷിയിടങ്ങളെ, എത്രയെത്ര മനോഹരമായ വാസസ്ഥലങ്ങളെ. അവർ സുഖിച്ചിരുന്ന എത്രയെത്ര അനുഗ്രഹങ്ങളെയാണ് അവർ ഉപേക്ഷിച്ചു പോയത്. ഖദാലിക്, അപ്രകാരമായിരിക്കും അവസ്ഥ. ഖദാലിക്, എത്ര അർത്ഥം അതിനാ പ്രയോജനം അറിയങ്ങൾ. നമ്മളോട് പഠിപ്പിക്കാണ്. സ്വച്ഛാധിപതിയായ ഫറോവക്ക് അള്ളാഹു കൊടുത്തത് പറഞ്ഞിട്ട് പറയാണ്, അവനും അവന്റെ അനുയായികളും എത്ര സുഖിച്ചു. എന്നിട്ട് എന്തേ കിട്ടി? അവര് പോയപ്പോ അതൊക്കെ അവിടെ ദുനിയാവിൽ കടന്നു. അത് മറ്റൊരു വിഭാഗത്തിന് നാം അനന്തരമായി നൽകി. അതൊക്കെ പിന്നെ ഇസ്രായേലികൾ ഉപയോഗിച്ചു. ഖിബ്തികളുടെ ആ സകല സ്വത്തും പിന്നെ ഉപയോഗിച്ചത് ഇസ്രായേലികളാണ്, മൂസാ നബിയുടെ അനുയായികൾ. ആകാശങ്ങളോ ഭൂമിയോ ഒരിക്കലും അതിന്റെ പേരിൽ കരഞ്ഞില്ല. അല്ലാഹു പറയാണ്, ആകാശമോ ഭൂമിയോ അതിന്റെ പേരിൽ കരഞ്ഞില്ല, ഒരിറ്റ് കണ്ണീര് പൊടിച്ചില്ല. സഹോദരാ, ചിന്തിക്കണം. മുഅ്മിനീങ്ങൾ മരിക്കുമ്പോ ആകാശം കരയുമത്രേ. ദുനിയാവിലെന്തിനാ കൂടുതൽ? ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോ ആകാശവും ഭൂമിയും കരയുമത്രേ. ഏതൊരു മുഅ്മിനായ മനുഷ്യനും 2 വാതിലുകൾ ആകാശത്തുണ്ടത്രേ. ഒന്നാമത്തത് അവനിക്കുള്ള റിസ്ക് ഇങ്ങോട്ട് വരാനാണ്. രണ്ടാമത്തത് ഇവന്റെ അമലുകൾ അങ്ങോട്ട് പോകാനാണ്. മനസ്സിലായോ സഹോദര? ആകാശത്ത് ഏതൊരാൾക്കും 2 വാതിലുകളുണ്ടത്രേ. വിധങ്ങൾ പറയാം, 2 വാതിലുകൾ. ഒന്ന് അവന്റെ റിസ്ക് ഇങ്ങോട്ട് വരാൻ, ഒന്ന് അവനിൽ നിന്ന് അമൽ അങ്ങോട്ട് കയറാൻ. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോ ആ 2 വാതിലുകൾ കരയും. അതാണ് മുഅ്മിനീങ്ങൾക്ക് ആകാശം കരയുമെന്ന് പറഞ്ഞാൽ. എന്തിനാ വാതിൽ കരയുന്നത്? ഒരു വാതിൽ കരയാനുള്ള കാരണം, ഈ മുഅ്മിനായ മനുഷ്യന് ഇനി റിസ്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. രണ്ടാമത്തെ വാതിൽ കരയുന്നത്, ഈ മുഅ്മിനിൽ നിന്ന് ഇനി അമലുകൾ ഇങ്ങോട്ട് കേറില്ലല്ലോ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളെ ആഹാരമൊക്കെ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ നിമിത്തങ്ങൾ ഉണ്ടാവും. നേരെ കിട്ടുകയെന്നല്ല, നേരെ കിട്ടുന്നവരുണ്ട്. മക്കയിലെ തൻഈമിൽ ശത്രുക്കളാൽ ബന്ധനത്തിലാക്കപ്പെട്ട സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ശത്രുക്കൾ ചെല്ലുമ്പോ അദ്ദേഹം അതാ ഭക്ഷണം കഴിക്കുന്നു. തൻഈമിൽ മുന്തിരി ഇല്ലാത്ത കാലത്ത് നല്ല ഫ്രഷ് മുന്തിരി അദ്ദേഹത്തിന് കിട്ടി. എവിടെ നിന്ന്? അള്ളാഹു നേരിട്ട്. അങ്ങനെ ചിലർക്കുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹ, സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മയായ മറിയം ബീവി ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ മസ്ജിദുൽ അഖ്സയുടെ അടുത്ത് താമസിക്കുമ്പോൾ സക്കരിയ നബിക്കായിരുന്നു അവരെ സംരക്ഷിക്കാനുള്ള ചുമതല.
സക്കരിയ നബി അവരുടെ അരികിലേക്ക് കയറി ചെല്ലുമ്പോ അവരതാ ഭക്ഷണം കഴിക്കുന്ന ഖുർആൻ പറയുന്നുണ്ട് ആ കഥ. സക്കരിയ നബി ചോദിക്കും, മറിയം എവിടെ നിന്നാണ് ആഹാരം കിട്ടിയത്? അപ്പൊ മറിയം ബീവി പറയും, അള്ളാഹു നേരിട്ട് തന്നു. എന്നാൽ അതേ സമയത്ത് നമുക്കോരോ നിമിത്തങ്ങൾ ഉണ്ടാവും. ഏതായിരുന്നാലും നമുക്ക് റിസ്ക് വരുന്ന ആ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു റിസ്ക് കൊടുക്കുന്ന ആ വാതിൽ കരയും. ഇനിയോ മറ്റേ വാതിൽ കരയുന്നതോ, ഇയാളെ അമലും ഇങ്ങോട്ട് കേറുന്നില്ലല്ലോ. ഓരോ തിങ്കളാഴ്ചയും ഓരോ വ്യാഴാഴ്ചയും അതാണ് അമലുകൾ കയറും. ഇന്ന് വ്യാഴാഴ്ച, ഇന്നിപ്പോ നമ്മളിപ്പോ ചെയ്യുന്ന ഈ അമലുണ്ടല്ലോ, പള്ളിയിലാണ് നമ്മൾ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ ഇന്ന് കയറും. ഇന്ന് അസറിന്റെ ശേഷം ഇത് കയറും, മുകളിലേക്ക് കയറും. വിശുദ്ധ ഖുർആന്റെ മജ്ലിസിലാണ് നമ്മൾ ഇരിക്കുന്നത്. സഹോദര, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് പുറത്ത്, ഗൾഫിലും മറ്റൊക്കെ. ക്ലാസ് റൂം വഴി ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകൾ, ഇങ്ങോട്ട് വരാൻ കഴിയാത്ത ആളുകൾ, ഇവർക്ക് കേൾക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. സഹോദര, ഖുർആന് വേണ്ടിയിട്ടാണ് ഇന്ന് വൈകുന്നേരം ഇതായത് കൊണ്ടുപോകും. സ്വീകരിക്കുന്ന വാതിലുണ്ട്. നമ്മൾ മരിച്ചാൽ കരയും. ഏത് ആ വാതിൽ കരയും. പിന്നെ അയാൾ കയറൂലല്ലോ, അയാൾ അവര് നിന്നല്ലോ. ഭൂമി കരയുമെന്ന് പറഞ്ഞാൽ സഹോദര, ഇന്നിപ്പോ നമ്മൾ ഇവിടുന്ന് പോയി കൂട്ടിക്കോളും, വീട്ടിൽ പോയി മരിച്ചു. ഇപ്പൊ നമ്മൾ ഇരുന്ന സ്ഥലം, നമ്മൾ എവിടെ മരിച്ചാലും ഈ ഇരുന്ന സ്ഥലം കരയും. നമുക്ക് കേൾക്കേറ്റ എയർപോർട്ടിൽ പോവാണ്, നെടുമ്പാശ്ശേരി പോവാണ്, പോകുന്ന വഴികൾ ലോകം സംസ്കരിക്കാൻ വേണ്ടി കയറി. എയർപോർട്ടിലെത്തുന്നതിന് മുമ്പ് ആക്സിഡന്റിൽ മരിച്ചു. ആക്സിഡന്റിൽ അദ്ദേഹം മരിക്കുകയാണ്. എന്നാൽ അയാൾ ആ ലോഹം സംസ്കരിക്കാൻ കയറിയ സ്ഥലം തത്സമയം കരയുമത്രേ, കേൾക്കൂല. എവിടെ നമ്മളൊരു നല്ല കാര്യത്തിന് ഇബാദത്തിന് വേണ്ടിയിരുന്നോ, അത് നിസ്കാരമാകട്ടെ, ഖുർആനോത്താകട്ടെ, ഏത് ഇബാദത്താണെങ്കിലും സഹോദര, ആ സ്ഥലം നമുക്ക് വേണ്ടി കരയുമെന്ന ഹദീസിലുണ്ട്. അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. പരിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റുഭാഗം ഏത് സമയവും പൊട്ടിക്കരച്ചിലാണ്. നമ്മൾ കേൾക്കാത്തത് കൊണ്ടാ. എന്തുകൊണ്ട്? തവാഫ് ചെയ്ത ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തും മരിക്കുന്നുണ്ടാവും. എല്ലാ കാലത്തും അവിടെ തവാഫ് ചെയ്യാത്തവർ, തവാഫ് ചെയ്തവർ എത്രയോ കോടിക്കണക്കായ ആളുകൾ. ഓലൊക്കെ വ്യത്യസ്തമായ സമയത്ത് ലോകത്തിന്റെ പല ഭാഗത്തും മരിക്കണം. അപ്പൊ മത്താഫ് ആ കൂട്ടക്കരച്ചിൽ അവിടെ ഉള്ളവർ കേൾക്കുകയാണെങ്കിൽ എത്ര ബഹളാവും, എത്ര മാറ്റം വലിയ ബഹളാവും. മിനയിലും അറഫയിലും സഹോദര കരച്ചിൽ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഹജ്ജിന് പോയിട്ട് അറഫയിലും മിനയിലും ഇരുന്ന ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തും എല്ലാ സമയത്തും മരിക്കുന്നുണ്ടാവും. സഫയും മറവയും കരയുന്നുണ്ട്, കേൾക്കാത്തത് കൊണ്ടാ. അപ്പൊ മോമിനിങ്ങൾക്ക് വേണ്ടി കരയും. എന്നാൽ ദുനിയാവിൽ ഒരുപാട് സ്വത്ത്, ഒരുപാട് തോട്ടങ്ങൾ, ഒരുപാട് അരുവികൾ, ഒരുപാട് വീടുകൾ, മനോഹരമായ വാസസ്ഥലങ്ങള്, സുഖിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും. എന്നിട്ട് അല്ലാഹു എന്താ പറഞ്ഞത്? ഫമാ ബക്കത്, അവർ മരിച്ചപ്പോ അവരെ പറ്റി അല്ലാഹു പറയാം, ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർദ്, അവരുടെ മേലിൽ ആകാശഭൂമികൾ കരഞ്ഞില്ല, ഒരിറ്റ് കണ്ണീര് വന്നില്ല. അപ്പൊ എന്തേ അവരുടെ ദുനിയാവ് കൊണ്ട് അവർക്ക് കാര്യം കിട്ടിയത്? ഖുർആനിൽ അനവധി ആയത്തുകൾ സഹോദര ഈ സംബന്ധമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അങ്ങനെ ഒരു ദുനിയാവിന് വേണ്ടിയുള്ള ആ കടിപിടി അതിൽ പെടാതെ നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആയത്താണ് ഞാൻ ആദ്യം ഓതി വെച്ചത്. ദുനിയാവ് ചെടികളിലെ പച്ചപ്പ് പോലെയാണ്. ആ പച്ചപ്പ് പോയി അത് ഉണങ്ങി മഞ്ഞ കളറായി, പിന്നെ ഡാർക്ക് കളറായി, പിന്നെ അതങ്ങനെ ഉണങ്ങി ഉണങ്ങി നുരുമ്പിപ്പോകാണ്. അതുപോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട് ആയത്തിന്റെ അവസാനം, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ് ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസുലിഹി ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അല്ലാഹു തആല പറയുന്നു, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആഡംബരമാണ്, കളിയാണ്, വിനോദമാണ്, ദുരഭിമാനം നടിക്കാനുള്ളതാണ്, അത് ചെടികളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ ശേഷം അല്ലാഹു പറയുന്നത്, അതുകൊണ്ട് സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് മുന്നേറുക, അല്ലാഹുവിലേക്ക് ചെയ്ത തെറ്റുകളെപ്പെട്ട് പാപമോചനത്തിന് അർത്ഥിച്ച് ആ മഗ്ഫിറത്തിലേക്ക് പെട്ടെന്ന് വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. ഇവിടെ സ്വർഗം പണിയണ്ട, ഇവിടെ സ്വർഗം പണിത് ഇവിടത്തതാണ് വലുതെന്ന് കരുതണ്ട. നാളത്തെ സ്വർഗം ഇവിടെ 10 സെന്റ് ഭൂമി, അതിനാണ് ഇടങ്ങേറ്. നാളത്തെ അവസ്ഥയോ വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ്,
ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും മുന്നിട്ട് വന്നോളൂ. ആകാശഭൂമികളുടെ വിശാലത സ്വർഗത്തിനുണ്ട് സഹോദര, ആകാശഭൂമികളുടെ വിശാലത സ്വർഗത്തിനുണ്ട്. ആ സ്വർഗം കിട്ടണം. ആ സ്വർഗം നഷ്ടപ്പെടാൻ ഇവിടെ കാരണമാകരുത്. ഇവിടെ ഒരു ചാണ ഭൂമി നമ്മൾ അന്യന്റത് കട്ടെടുത്താൽ 7 ഭൂമി കൊണ്ട് നാളെ അവനിക്ക് മാലയിടപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിഹിതമായിട്ട് നമുക്ക് ഒരു ചാണും വേണം. എല്ലാം ശ്രദ്ധിക്കണം. നമ്മുടെ ക്ലാസ്സിന് വരുന്നവർക്കെങ്കിലും ഒരു മാറ്റം വേണം. ഒരു ചാണ ഭൂമി നമുക്ക് ആരുടേതും വേണ്ട. നമ്മളെ അയൽവാസികളുമായോ മറ്റൊക്കെ അങ്ങനെ വല്ല തർക്കമുണ്ടെങ്കിൽ ഒരു ചാണ അങ്ങോട്ട് വിട്ടു തീർക്ക പ്രശ്നം. കയറിന്റെ ഒരു തല അയൽവാസിന്റെ കൈ കൊടുത്തിട്ട് അതാ ശരിക്കും വെക്കണ്ടോടങ്ങനെ വെച്ചാൽ ഓനെ കൊണ്ട വെപ്പില്ല. ആ പ്രശ്നം തീർന്നില്ല. അവിടെ ഒരു തറിയടിച്ചോളി കല്ല് പോയിച്ചിട്ട് പ്രശ്നം തീർന്നോട്ടെ. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വേണ്ട എന്ന് ഓരോരുത്തരാണ് തീരുമാനിച്ചാൽ പ്രശ്നമില്ല. ചിന്തിക്കേറ്റ ആരും കൊണ്ടുപോകില്ല. എല്ലാവർക്കും അറിയാലോ ആരാണ് ഭൂമിക്ക് ടയർ വെച്ച് കൊണ്ടുപോകാം. പള്ളിക്കാട്ടേക്ക് മരിച്ചു വലിച്ചോളിയിടാൻ വേറെ ഭൂമി ഉണ്ടെങ്കിലും ഏക്കറക്കണക്കിന് ഭൂമി ഉണ്ടെങ്കിലും ഇല്ല സഹോദര, കൊണ്ടുപോകൂല. ഒരു ചാണങ്കാനോ അറിഞ്ഞുകൊണ്ട് വേറെ ആളെടുത്ത 7 ഭൂമി കൊണ്ട് മാറണം. 7 ഭൂമി. അതെങ്ങനെ ഉസ്താദേ? അറിയില്ല. അള്ളാന്റെ തിരുതൂരം നടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഉറപ്പായിട്ട് നടക്കും. എന്നാൽ ഇവിടെ അതിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ലഭിക്കാൻ പോകുന്നതോ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം. അല്ലാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണത്. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അത് അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് നൽകും. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. അല്ലാഹു മഹത്തായ ഔദാര്യമുടയവനാണ്. അല്ലാഹു അത് ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിന് നമ്മുടെ ദുനിയാവ് ഒരിക്കലും നമുക്ക് ഒരു തടസ്സമാകരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഈ സംബന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ വിശദീകരണത്തിൽ കാണാം. അതുകൊണ്ട് അടിയന്തരമായിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ വേഗത്തിലെടുക്കാം. അതിന് നമ്മൾ ചില വാണിങ്ങൾ പഠിച്ചോണ്ട് തരുന്നുണ്ടല്ലേ? ഉണ്ട്. രോഗങ്ങൾ. ആടുമേക്കുന്ന ആള് ആടിനെ കൊണ്ട് വീട്ടിലേക്ക് മടങ്ങാൻ സമയമുണ്ട്. അയാൾക്കൊരു പണിയുണ്ട്. ആ കയറ് പിടിച്ചൊന്നു വലിച്ചു. എന്റെ അർത്ഥം എന്താ? തിന്നോ പോകാനായി. 5 മണിയായി, 4:30 ആയി, 4 മണിയായി, പോകാനായി എന്നുള്ള അറിയാം. അത് ആടിനറിയാം. അപ്പൊ ആട് പെരുന്തീറ്റേ. ആളുകൾക്ക് സ്വഭാവം തന്നെ അതാണ്. പരീക്ഷ എഴുതുമ്പോണ്ടല്ലോ കുട്ടികൾക്ക് 5 മിനിറ്റ് ഉള്ളതാണ്. അപ്പൊ ഒരു ഭയങ്കര എഴുതല. അതുവരെ അന്തം കുട്ടിയാണ് ആടിന്റെ സ്വഭാവം. സഹോദര, അല്ലാഹു നമുക്ക് ഒരു രോഗം തരുമ്പോ നമ്മൾ ഓർക്കണം, ഇതൊരു വാണിങ്ങാണ്. എന്ത് ശ്രദ്ധിച്ചോ? ഒരുങ്ങാനാണ്. കയറി പിടിച്ച് ഒന്നിനും വലിക്കാൻ പോകാനായി ഇയാൾ വെറുതെ പറയും ചെയ്യും ആടിനോട്. ആടിനെ തിരിഞ്ഞ് ചെയ്യും. അപ്പൊ ആട് പോകാനായി വേഗം തിന്നും. എന്നതുപോലെ സഹോദര, നമുക്ക് രോഗമോ അപകടമോ ചിലപ്പോൾ നമ്മൾ തലനാരിഴക്ക് രക്ഷപ്പെടും. അത്ഭുതകരമായി രക്ഷപ്പെടും. ഡോക്ടർ പറയും ഇതിപ്പോ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമാണ്, നീ രോഗിയിട്ട് കൊണ്ട് വരരുത്. ഡോക്ടർ പറയും ഇപ്പോ ലെവലായിട്ടുണ്ട്, നീ പ്രശ്നമില്ലാന്ന് കരുതാൻ പാടില്ല. അള്ളാഹു തആല വലിയ ഭാഗ്യ തന്നത്. കാരണം തെറ്റ് തിരുത്താൻ ചാൻസ് കിട്ടി. അതിലെന്നെ അടിച്ചു പോയിരുന്നെങ്കിൽ ഭാഗ്യാണ്. രോഗം ഉണ്ടായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യാണ്. എന്നാ പിന്നെ ഒന്ന് തെറ്റ് തിരുത്താൻ എവിടെ? ചില ആൾക്കാർ തിരുത്തൂല. മാറിയല്ലോ, ഇപ്പൊ പ്രശ്നമില്ല, ഡോക്ടർ പറഞ്ഞല്ലോ. എന്ത് ഡോക്ടർ? ചക്രവർത്തി ഉണ്ടല്ലേ ഡോക്ടർമാരെയും കൊണ്ടുപോയത്? മയ്യത്തുണ്ടാവുമ്പോ ജനം കൊണ്ടുപോകുമ്പോ അങ്ങനെ പറഞ്ഞില്ലേ? സഹോദര, ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഇത് അല്ലാഹു തആല നമുക്ക് ഒരു ഉണർത്തലാണ്. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നമുക്ക് എന്ത് ചെയ്യുന്നത്? പിന്നെ എന്തെങ്കിലുമൊക്കെ തരുന്നത്. അപ്പൊ നമ്മൾ ദുനിയാവിനോട് വല്ലാതെ അഗാധമായ സ്നേഹം വേണ്ട. നമുക്ക് വീടിനോട് ഭയങ്കര സ്നേഹവും. നമ്മൾ വലിയ കൂട്ടുകാരൻ ആരായിരിക്കും? വീടായിരിക്കും. വേണ്ട, വീട് വേണം, വാതിൽ കിടക്കുമ്പോൾ അടക്കണം, ആധാരം സൂക്ഷിക്കണം, ഒക്കെ വേണം. പക്ഷെ നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരൻ വീടല്ല. നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരി ഭാര്യയല്ല. ഭാര്യ കൂട്ടുകാരിയാണ്. ഭാര്യ നമുക്കൊരു സംഭവമാണ്, തിരിച്ചും. പക്ഷേ സഹോദര, ദീനം മറന്നിട്ട് വേണ്ട. മക്കള് നമുക്ക് വേണം. പക്ഷേ മക്കളെ ദീനം മറന്നിട്ട് മക്കളെ സ്നേഹിക്കണ്ട. മക്കൾക്ക് വേണ്ടി ചില തെറ്റുകളൊക്കെ ചെയ്യുന്ന എത്രയോ മാതാപിതാക്കൾ. കുട്ടികൾ പറയുമ്പോൾ എല്ലാം സമ്മതിക്കും.
മക്കൾ പറയുമ്പോൾ എല്ലാം കേൾക്കും. അത് തെറ്റാണോ ശരിയാണോ നോക്കൂല. അവിടെ ഹക്കും ബാത്തിലും ഇല്ല. മക്കളോടുള്ള സ്നേഹം അത് വേണ്ട. പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരിക്ക് നിലകൊണ്ടാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂട്ടുകാർ ആരാകും? അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ ഞാനും നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാനും നിങ്ങളും രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ നമ്മൾ ദുനിയാവില യഥാർത്ഥത്തിൽ നമ്മൾ ആരെയാണ് കൂട്ടുകാരാക്കുന്നത്? അള്ളാഹു പറയുന്നത് വമൻ യുതിഇല്ലാഹ വറസൂല, അള്ളാഹുവിനിക്കും അവന്റെ റസൂലിനിക്കും വഴിപ്പെട്ടവർ ആരോ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ ഒരു വിഭാഗത്തോടൊപ്പമാണ്. അതാരാണ്? മിനൻ നബിയീൻ, ഒന്ന് അമ്പിയാക്കളാണ്. വസ്സുദ്ദീഖീൻ, രണ്ട് സുദ്ദീഖീങ്ങളാണ്. വശുഹദാ, രക്തസാക്ഷികളാണ് മൂന്നാമത്തത്. വസ്സാലിഹീൻ, സദ്വൃത്തരാണ്. എന്നിട്ടല്ല പറയുന്നത് വഹസുന ഉലൈക റഫീഖാ, എത്ര നല്ല കൂട്ടുകാർ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു സ്വഹാബി നബിന്റെ അടുത്ത് വല്ലാതെ കരഞ്ഞു. അങ്ങനെ കരച്ചില്ല. നബി ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നു? ആ സമയത്ത് ആ സ്വഹാബി നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ കരയാനുള്ള കാരണം എനിക്ക് എപ്പോഴും അങ്ങയെ കാണാൻ ആഗ്രഹമാണ്. നബിയോടുള്ള അഗാധമായ സ്നേഹം. എനിക്കെപ്പോഴും അങ്ങയെ കാണണം. പള്ളിയിൽ നിന്ന് വീട്ടിൽ പോയാൽ എനിക്ക് അങ്ങയെ കാണാൻ ആഗ്രഹിക്കും. ഞാൻ വീണ്ടും പള്ളിയിലേക്ക് വരും. ദുന്യാവിൽ ഇത് നടക്കും. ഞാനിപ്പോ കരയാനുള്ള കാരണം നബിയെ, മരിച്ചു ചെന്നാൽ നാളെ പരലോകത്ത് അങ്ങേക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കും. ഞാൻ സ്വർഗത്തിൽ കടന്നാൽ പോലും എനിക്ക് ഉന്നതമായ സ്ഥാനം ലഭിച്ചോളണമെന്നില്ല. അപ്പൊ സ്വർഗത്തിൽ വെച്ച് അങ്ങയെ കാണാൻ പറ്റാത്ത അവസ്ഥ വരും. ഇത് ചിന്തിച്ചിട്ടാണ് നബിയെ ഞാൻ കരയുന്നത്. നമ്മളും സ്വഹാബിമാരൊക്കെ അവിടെ അള്ളാഹുവിനും റസൂലിനും വിശ്വസിച്ചാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് വലിയ സ്നേഹമൊന്നും വേണ്ട എന്ന് പറയുന്ന പുത്തൻ പ്രസ്ഥാനക്കാരുണ്ട്. റബീഉൽ അവ്വൽ 12 ഘോഷയാത്ര പോകുമ്പോഴേ എന്തിനാ മക്കളെ വെയിൽ കൊള്ളിക്കൊണ്ട്? അതിന്റെ ഒന്നും ആവശ്യമില്ല. കുറെ മൗലൂദ് ഓതിയോണ്ട് കഴിച്ചിലാവൂല എന്നൊക്കെ പറയുന്നവന് തിരിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കഴിച്ചിലാവില്ല. എന്തുകൊണ്ട് സഹോദര? നിസ്കരിച്ചാ പോരെ, നോമ്പോറ്റാ പോരെ? നിസ്കരിച്ചാ പോരെ, നോമ്പനുഷ്ഠിച്ചാ പോരെ, സക്കാത്ത് കൊടുത്താ പോരെ, സദഖ കൊടുത്താ പോരെ? ഈ സ്വഹാബി കരഞ്ഞെന്തിനാ? നാളെ സ്വർഗത്തിൽ വെച്ച് അങ്ങയെ കാണാൻ കഴിയാത്ത അവസ്ഥ വരുമോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ് കരഞ്ഞപ്പോ മുത്തുനബിക്ക് വല്ലാത്ത സ്നേഹം തോന്നി അദ്ദേഹത്തോട്. എന്നോട് എത്രമാത്രം സ്നേഹം! നബി ഒന്നും മിണ്ടാതെ കുറച്ചേരം അങ്ങനെ ഇരുന്നു. ഇയാൾക്ക് മറുപടി കൊടുക്കാൻ വഹി വരട്ടെ എന്നാ പുണ്യ നബി ആഗ്രഹിക്കുന്നത്. നബിന്റെ മനസ്സ് അല്ലാഹുക്കറിയാം. അപ്പ ജിബ്രീൽ എന്ന മലക്ക് ഓതി കൊടുത്ത ആയത്താണ്. അപ്പണിറക്കി من يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അള്ളാഹു പറയാൻ, അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ടവർ ആരോ അവർ അവന്റെ അനുഗ്രഹത്തിന് പാത്രമായ അമ്പിയാക്കളോടും സിദ്ദീഖുകളോടും ശുഹദാക്കളോടും സ്വാലിഹീങ്ങളോടും കൂടെയാകും. നബി ഇദ്ദേഹത്തോട് പറഞ്ഞു, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന ഉറപ്പ് കിട്ടിയപ്പോ ആ സ്വഹാബിക്ക് സന്തോഷമായി. എന്നിട്ടാ കണ്ണീര് പറ്റിയത് ചിന്തിച്ചു നോക്കൂ. അള്ളാഹ് ആയത്തിന്റെ അവസാനം പറയുന്നത് വഹസുന ഉലൈക റഫീഖാ, എത്ര നല്ല കൂട്ടുകാർ. അവരാ കൂട്ടുകാർ. അമ്പിയാക്കളോട് പക്ഷം ചേരാൻ കഴിയണം. ആദം നബി മുതൽ അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവ് നമ്മൾ നബിനെ കണ്ടിട്ടില്ല, റൗള നമ്മൾ കണ്ടിട്ടുണ്ടാവും. നേർക്ക് നേരെ ഈ പുണ്യ നബിയുടെ ശരീരം നമ്മൾ കണ്ടിട്ടില്ല സഹോദരായെങ്കിൽ 1400 കൊല്ലം മുമ്പ് മുത്ത് നബി അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചത്, ആ റസൂലിന്റെ അതേ ശരീരം നാളെ മഹ്ശറയിലും സ്വർഗത്തിലും കാണാനുള്ള അവസരം മോമിനീങ്ങൾക്കുണ്ടാകും. അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ.
സിദ്ദീഖീങ്ങൾ വലിയൊരു അത്ഭുതമല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ. ഇന്ന് റസൂലുള്ളാഹിന്റെ ചാരത്ത് കിടക്കുന്ന സിദ്ദീഖ് അക്ബറും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമ അവരൊക്കെ ആരാണ്? നാളെ അവരോട് കൂടെ പക്ഷം ചേരാൻ അവരാണ് കൂട്ടുകാർ. ആരാണ് ഹംസ റളിയല്ലാഹു അൻഹു? ആരാണ് ജഅഫർ റളിയല്ലാഹു അൻഹു? ചിന്തിക്കണം നമ്മൾ. ശുഹദാക്കളുടെ നേതാവായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടുകാരനായി ലഭിക്കണോ? ദുനിയാവുമ്മ വല്ലാതെ കൂടരുത്. അല്ലാഹ് പറഞ്ഞ് നമ്മൾ കേൾക്കണം. അല്ലാഹുവിനും റസൂലിനും വഴിപ്പെടണം. നിർബന്ധ കാര്യങ്ങൾ എടുക്കണം, സുന്നത്ത് പരമാവധി എടുക്കണം. അതിനൊരു മത്സര മനോഭാവം വേണം. അവിടെ വിജയിക്കണം. ഇവിടത്തെ പരാജയപ്പെട്ട കുഴപ്പമൊന്നുമില്ല. ഇവിടെ വിജയിക്കാൻ പലരും പല മാർഗങ്ങളും സ്വീകരിക്കും. നുണ പറയും, പൈസ ഇറക്കും. അവിടെ പരാജയം താൽക്കാലികമായിരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിനാണെങ്കിൽ തിരിച്ചു പിടിച്ചു. അത്രേ ഉള്ളൂ ഇവിടുത്തെ കാര്യം. നുണച്ചാക്കും പണച്ചാക്കും ഇറങ്ങിയ ആൾക്കാർ മറിയും. സ്വാലിഹായ വോട്ട് എന്നുള്ള ഒന്നില്ല. ആൾക്കാരെ എണ്ണം തന്നെ നോക്കാം. പ്രശ്നമില്ല. അവിടെ വിജയിക്കണം സഹോദരൻ. ഇവിടെ ടെൻഷൻ വേണ്ട. പഞ്ചായത്ത് പോയി ഒക്കെ പഞ്ചായത്തേക്കോളും. കൂട്ടിലങ്ങാടിക്കാരായ ഞങ്ങൾ പഞ്ചായത്ത് പോയി എന്ന് പറയണം. പോയിക്കോട്ടെ. പോയത് തിരിച്ചു വരും. വീണ്ടെടുക്കാം. പക്ഷെ നാളെ പരലോകത്ത് സഹോദര വീണ്ടെടുക്കാൻ കഴിയില്ല. ഒരു തിരിച്ചുവരവില്ല. ഇനി ഒരു തെരഞ്ഞെടുപ്പില്ല. ഇനി ഒരു മത്സരമില്ല. അപ്പൊ നമ്മൾ അതിന് ഇപ്പൊ തന്നെ നോക്കണം. അവിടെ ഭൂരിപക്ഷം കിട്ടാൻ അതിനൊരു മത്സരം വേണം. ഭയങ്കര ജാഗ്രത വേണം. അതിന് നെട്ടോട്ടമോടണം. എന്തുകൊണ്ട്? ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പക്ഷം ചേരാം. 90ഓളം മുറിവുകളേറ്റ ജഅഫർ റളിയല്ലാഹു അൻഹുവിനോട് മഹ്ശറയിൽ പക്ഷം ചേരാം. ഒരു ദുന്യാവിനെ പറ്റേ അവഗണിച്ച് സത്യത്തിനു വേണ്ടി ദുന്യാവിനെ പറ്റേ ഒഴിവാക്കിയ ഭാരമേറിയ ദിനത്തെ പേടിച്ച മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനോട് പക്ഷം ചേരാം. ഈ ആയത്തിനോട് തട്ടിച്ചോക്കി. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ആയത്തില്ലേ, അതിനോട് നമ്മൾ ഇന്നത്തെ ഒന്ന് തട്ടിച്ചു നോക്കി. വയദറൂന വറാഅഹും യൗമൻ സഖീലാ. ഭാരമേറിയ ദിനത്തെ അവർ തള്ളിക്കളഞ്ഞു. എങ്കിൽ നോക്കൂ, മുസ്അബ് റളിയല്ലാഹു അൻഹു സമ്പന്നനായ പിതാവിന്റെ മുതൽ വേണ്ടാന്ന് തീരുമാനിച്ചു. സത്യത്തിന് വേണ്ടി ഇസ്ലാം സ്വീകരിച്ചപ്പോൾ മർദ്ദിച്ചു അദ്ദേഹത്തെ സഹോദരങ്ങൾ. ഒറ്റ തുണി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ തുണിയുമായിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി നബിയുടെ അരികിലേക്ക്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതിൽ ഉറച്ചു നിന്നു. അല്ലാഹു അഹദിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിന് ഇസ്ലാമിനെ കൈയൊഴിച്ചിരുന്നെങ്കിൽ വീട്ടിൽ എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു. വാപ്പാന്റെ മുതൽ ലഭിക്കുമായിരുന്നു. വേണ്ടാന്ന് പറഞ്ഞു. ദുന്യാവല്ലേ, കുറച്ചു കാലം. വലിയ സമ്പന്ന കുടുംബത്തിലെ ആ സഹോദരൻ മുസ്ലിം ആയതിന്റെ പേരിൽ ഒറ്റ തുണി. ഉഹദിന്റെ പടക്കളത്തിൽ ചെഞ്ചായമണിഞ്ഞു ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ ശരീരം കണ്ടപ്പോ മുത്തുനബിയുടെ കണ്ണുകൾ പോലും നിറഞ്ഞു വന്നു. നബി പോലും കരഞ്ഞു. ആ മുസ്അബ് റളിയല്ലാഹു അൻഹു മറവ് ചെയ്യുമ്പോ കഫംപുടവ, കാല് മറിച്ച തല പുറത്ത്, തല മറിച്ച കാല് പുറത്ത്. അവസാനം നബി പറഞ്ഞു, നിങ്ങൾ തല മറിച്ചളി. കാലിന്റെ ഭാഗത്തൊരു പുല്ല് കാണിച്ചു കൊടുത്തു. അത് വെട്ടിയിട്ടാണ് കെട്ടിക്കളിയാണ്, ഉണങ്ങിയ പുല്ല്. ഒരു സ്വത്തും വേണ്ട തീരുമാനിച്ചു പോയ, പോകുമ്പോ പോലും ഒരു കഫംപുടവ ശരിക്കില്ലാതെ പോയ ആ മുസ്അബ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്. നബി ഉറപ്പ് പറഞ്ഞേ. ആ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് പക്ഷം ചേരാം. ആ മുസ്അബ് റളിയല്ലാഹു അൻഹു നമ്മുടെ നാളെ കൂട്ടുകാരനാകും. അതൊക്കെ അറിയണം. സൂറത്തിൽ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം. അങ്ങനെ എത്ര പേര് സഹോദര, എത്ര ശുഹദാക്കൾ കഴിഞ്ഞു. ഇനി എത്ര സദൂർത്തരായ സ്വാലിഹീങ്ങളായ എത്ര ആളുകൾ. അള്ളാഹുവിനെ വളരെയധികം പേടിച്ച് ജീവിക്കുന്ന എത്ര സ്വാലിഹീങ്ങൾ, സദുവൃത്തർ. അവരോടുകൂടെ നാളെ പക്ഷം ചേരാൻ കഴിയണം. അവിടെ രക്ഷപ്പെടണം. അതിനുവേണ്ടി ഇവിടെ നമ്മൾ ഇത്ര നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഇനി അള്ളാഹു പറയുന്നു, ആയത്ത് വളരെ വിശാലാണ്, ഞാൻ അവിടെ ചുരുക്കുകയാണ്. അപ്പൊ അള്ളാഹു പറയുന്നത്, ഈ കൂട്ടർ ദുന്യാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. അതേസമയം വയദറൂന വറാഅഹും യൗമൻ സഖീലാ. ഭാരമേറിയ ദിനത്തെ അവർ വിട്ടുകളയുന്നു. നഹ്നു ഖലഖനാഹും. ആ മനുഷ്യരെ പടച്ചത് നാമാണ്. അങ്ങനെയുള്ള ആളുകളെ പടച്ചത് നാമാണ്. വശദദിനാ അസ്റഹും. അവരെ ശരീരത്തിന് ഫലം നൽകിയത് നാമാവുന്നു. എന്നിട്ട് വഇദാ ശിഅനാ ബദ്ദൽനാ അംസാലഹും തബ്ദീലാ. നാം ഉദ്ദേശിച്ചാൽ അവർക്ക് പകരം മറ്റൊരു കൂട്ടരെ കൊണ്ടുവരാൻ നമുക്ക് കഴിയും, പകരമാക്കാൻ കഴിയും.
ഇവരീ തെറ്റ് ചെയ്യുന്നത്, അള്ളാഹനെ മറന്ന് ജീവിക്കുന്നത് തിരിച്ചടിക്കാൻ കഴിയാത്തോണ്ടൊന്നല്ല. അള്ളാഹു പറയാണ് അവരെ നശിപ്പിക്കാൻ എനിക്ക് കഴിയും. പക്ഷെ ഇതൊക്കെ അങ്ങനെ പിന്തിച്ചു കൊടുക്കുകയാണ്. എല്ലാ സൗകര്യം ഉണ്ടാവും, തെറ്റ് ചെയ്യുന്നവര് തെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. അങ്ങനെ ആകെ പിഴക്കുമാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇന്ന ഹാദിഹി തദ്കിറ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഇതൊരു ഉത്ബോധനമാണ്. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല, ഉദ്ദേശിക്കുന്നവൻ തന്റെ രക്ഷിതാവിലേക്കുള്ള യഥാർത്ഥ വഴി തേടി പിടിക്കട്ടെ. അള്ളാഹു പറയും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഖുർആൻ മൊത്തത്തിൽ അങ്ങനെയുള്ള ഖുർആൻ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന ഹാദിഹി തദ്കിറ, ഇത് ഒരു ഓർമ്മപ്പെടുത്തലാകുന്ന ഒരു ഉത്ബോധനമാണ്. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തും. ബുദ്ധിയുള്ള ആളുകൾക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളാം. പ്രത്യേകിച്ച് ഒരു മതേതര രാജ്യത്തൊക്കെയാണെങ്കിൽ നമുക്കിത് പറയാനുള്ളത് തന്നെയാണ്. ഫഹദൈനാഹുൻ നജ്ദൈൻ, രണ്ട് തെളിഞ്ഞ മാർഗത്തിലേക്ക് നാം അവർക്ക് വഴി കാണിച്ചു. രണ്ട് തെളിഞ്ഞ വഴി, ഒന്ന് സത്യത്തിന്റെ വഴിയാണ്, ഒന്ന് അസത്യത്തിന്റെ വഴിയാണ്. ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാം. നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വിശ്വാസം, നല്ല കാര്യം സ്വർഗത്തിലേക്ക്, അതൊന്നുമില്ല നരകത്തിലേക്ക്. അറിഞ്ഞുകൊണ്ടാണല്ലോ പല ആളുകളും തെറ്റ് ചെയ്യും. അറിയാം കള്ളു കുടിക്കുന്ന തെറ്റാണെന്നറിയാം. നിസ്കാരം ഉപേക്ഷിച്ചാൽ അത് വലിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്നറിയാം. എന്നാലും നിസ്കാരം ഉപേക്ഷിക്കുന്നു, അതിനെ തീരെ അവഗണിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഖുർആന്റെ ഈ ആയത്തുകളൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതിൽ താക്കീതുകളും സന്തോഷ വാർത്തകളും വരുന്നുണ്ട്. നരകത്തെപ്പറ്റി പറയുന്നുണ്ട്, സ്വർഗത്തെപ്പറ്റി പറയുന്നുണ്ട്, മഹ്ശറയെ പറ്റി പറയുന്നുണ്ട്. ഇത് നിരന്തരം ഇടയ്ക്കിടെ ആവർത്തിച്ച് പറയുന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. എപ്പോഴൊരു ഓർമ്മ വേണം. അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കും തന്നെ ഉപദേശങ്ങൾ ഇങ്ങനെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്ന നമ്മൾ നന്നാവും. ബന്ധം മുറിയരുത്, ബന്ധം മുറിയരുത്. ഇതിന് ഒരു ആവേശം വേണം. എത്ര കേട്ടാലും അൽഹംദുലില്ലാഹ്. നമ്മളെ തൊട്ടടുത്ത് പെരിങ്ങോട്ട് പരത്തുന്ന ആളുണ്ടാവും. സുബൈഹ് ഇവിടുന്ന് വരുന്ന ആളുകളുണ്ട്. വന്നാൽ അൽഹംദുലില്ലാഹ് യാസീൻ നാളെ അവിടെ സമാപിക്കാം, യാസീൻ നാളെ തീർക്കാം. നാളെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയൊക്കെ ഒരു ദുആ യാസീനാണ് തീരുമ്പോൾ. എന്നും യാസീൻ എടുക്കുന്നവരെ ഓതിയിട്ടാണ് തുറക്കുന്നത്. നാളെ അത് മുഴുവനായിട്ട് ഒരു റാഹത്താണ്. വെള്ളിയാഴ്ച സുബൈക്ക് ഇങ്ങനെ ഓരോ അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വരാം, ഇവിടെ ഉള്ളവർ അങ്ങോട്ട് പോകാം. ഞാൻ പറയുന്നത് സഹോദര, ഇത് അള്ളാഹിന്റെ വിശുദ്ധ ഖുർആനാണ്. ഇത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. ഇത് നമ്മൾ എത്ര കേട്ടാലും മതി വരില്ല. എത്ര കേട്ടാലും വിഷയം തീരാത്തതാണ്. ഇതിങ്ങനെ ഓർമ്മപ്പെടുത്താണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ അൽഹംദുലില്ലാഹ് നമുക്കാവണം. അപ്പം നമുക്കെങ്ങനെ തോന്നും, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തോന്നും ഇൻഷാ അല്ലാഹ് ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്കും തോന്നും, പറഞ്ഞാൽ പോരല്ലോ, കേട്ടാ പോരല്ലോ. ഇത് നമ്മൾ രണ്ട് കൂട്ടരും ചിന്തിക്കുമ്പോൾ സഹോദര നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരും, മാറ്റം വരും. അപ്പോഴേ നമുക്ക് നല്ല റാഹത്തുള്ളൊരു മരണം ഉണ്ടാവും. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു ഈ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. അത് നമ്മൾ സ്വീകരിക്കാം. ഇനി നോക്കൂ, അള്ളാഹ് പറയുന്നത് ഉദ്ദേശിക്കുന്ന ആളുകൾ അവർ ഈ മാർഗം തേടിപ്പിടിക്കണം. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹ് ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കില്ല. ഇതൊക്കെ പഠിച്ചവന്റെ തൗഫീഖാണ്. ഇപ്പൊ നോക്കൂ, സുബഹി നിസ്കരിക്കാതെ കിടക്കുന്നവർ എത്ര പേരുണ്ടാവും ഈ സമയം? ഇന്നലെ കുടിച്ച കള്ളിന്റെ ലഹരി മാറാതെ എവിടെങ്കിലുമൊക്കെ വസ്ത്രം പോലും പോയിട്ട് കിടക്കുന്ന ആളുകൾ എത്ര പേരുണ്ടാവും? ഇത് അങ്ങനെ. എന്റെ വാപ്പ എവിടെ? വാപ്പ ഇന്നലെ രാത്രി പോയതാണ്. 9 മണിയാകുമ്പോഴൊക്കെ വരുള്ളൂ. കള്ളുടിച്ചവയിലൊക്കെ കിടക്കുന്നുണ്ടാവും. എന്റെ അമ്മ കിടങ്ങാറായിട്ടുണ്ട് എന്ന് പറയുന്ന കൊച്ചുമക്കളുണ്ട് സഹോദര. ഇത് എങ്ങനെയാണ്? എത്ര പേരുണ്ട് അങ്ങനെ? കൊലപാതകങ്ങൾ നടത്തുന്നവർ, വിചാരം നടത്തുന്നവർ, കൊള്ള നടത്തുന്നവർ എത്ര പേര്? നമ്മൾ നോക്കി. അള്ളാന്റെ പള്ളിയിൽ ഇങ്ങനെ വരാനുള്ള സാഹചര്യം ഉണ്ടായി. പടച്ചോന്റെ വലിയൊരു തൗഫീഖാണ്, വലിയ തൗഫീഖാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ പാവപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു, ഖുബൈബ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു, അതുപോലെ അമ്മാർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ളവരെ നോക്കൂ, ഇതുപോലെ ഖുർആന്റെ അസാസിൽ വരുമായിരുന്നു. എന്നാൽ അബൂജഹലിനെ പോലെ, വലീദിനെ പോലെ, ഉത്ബത്ത് ഇബ്നു റബീഅയെ പോലെയുള്ള പ്രമുഖരോ തൗഫീഖില്ല. അവരൊക്കെ വരാൻ തയ്യാറായി. പക്ഷേ എന്ത് വേണം? റസൂലുള്ളാഹി തങ്ങൾ ഖുർആന്റെ ആയത്ത് ഓതിക്കൊടുക്കുമ്പോ ആ അസാസിൽ പാപങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഞങ്ങൾ പ്രമാണിമാരെ മാത്രമാകണം എന്ന് പറഞ്ഞില്ലേ അവര്?
പോയി പണി നോക്കാൻ പറഞ്ഞില്ലേ അവരോട് സൂറത്തുൽ കഹ്ഫിലൂടെ. നമ്മളെത്ര ഭാഗ്യമാണ്. നബിയങ്ങള് നിങ്ങളുടെ കൂടെയുള്ള ആ സത്യവിശ്വാസികളോടുകൂടെ ഇരുന്നോളൂ എന്ന് പറയുമ്പോ അവരോട് പോയി പണി നോക്കാൻ പറയണം എന്ന് പറഞ്ഞപ്പോ അവരുടെ അരികെ പോയിട്ട് നബി ഇരുന്ന് കരഞ്ഞില്ലേ? ആ മാർഗല്ലേ സഹോദര നമ്മൾ സ്വീകരിക്കുന്നത്? മദീനയിലെ പള്ളിയിൽ അള്ളാന്റെ തിരുദൂതർ മസ്ജിദുൻ നബവിയിൽ വെച്ച് സൂറത്തുൻ നജ്മ് ഓതി കൊടുക്കുമ്പോ തന്റെ മുന്നിലുള്ള അസ്ഹാബു സുഫത്തിന്റെ ആളുകൾ അവർ ഒന്നായിട്ട് കരഞ്ഞില്ലേ? എല്ലാവരും കരഞ്ഞില്ലേ? എല്ലാവരും കരഞ്ഞു, പൊട്ടി പൊട്ടി കരഞ്ഞു. അവരെടുത്ത പണിയല്ലേ നമ്മളെടുക്കുന്നത്? അതാ നമ്മളെടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു തൗഫീഖാണ്. അള്ളാഹ് ഉദ്ദേശിച്ചാലല്ലാതെ ആളുകൾക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ല. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ, തീർച്ചയായിട്ടും അല്ലാഹു എല്ലാം അറിയുന്നവനും അഗാധജ്ഞാനിയുമാണ്. അവൻ ഹകീമാണവൻ. അല്ലാഹു ഹകീമാണ്, അവൻ അഗാധജ്ഞാനിയാണ്, അവനെല്ലാം അറിയാം. അതുകൊണ്ട് അവന്റെ വലിയൊരു തൗഫീഖാണ്. ഖുർആനിൽ തന്നെ അല്ലാഹു ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശയിറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ് ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. ഈ ആയത്തിന്റെ ലാസ്റ്റും ഈ സൂറത്തിന്റെ അവസാനം ചേർത്ത് വായിക്കും. അല്ലാഹു ഏറ്റവും നല്ല വൃത്താന്തത്തിറക്കി അന്യോന്യം സാദൃശ്യമുള്ള വചനങ്ങളുള്ള ഖുർആനാണത്. എന്നിട്ട് അല്ലാഹു പറയുന്നല്ല, തഖ്ശയിറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് രോമാഞ്ചമണിയും അത് കേൾക്കുമ്പോ അവരെ തൊലിയൊന്ന് പിടച്ചു പോകും, രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. ഖുർആൻ പറയാണ്, സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, പിന്നീട് അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, അവന്റെ സ്മരണയിലേക്ക് അവന്റെ ശരീരത്തിന്റെ തൊലി മയപ്പെട്ടു വരും. അല്ലാഹു പറയാ, പിന്നീട് അല്ലാഹു പറയുന്നത്, ദാലിക ഹുദല്ലാഹ്, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ വഴികാട്ടിയാൻ, യഹ്ദീ ബിഹി മൻ യശാ, അവൻ ഉദ്ദേശിച്ചവർ അത് കാരണം അതുവഴി അവന് വഴി കാണിക്കും. അല്ലാഹു ഉദ്ദേശിച്ചവരെ. വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, അല്ലാഹു ഒരാളെ പഠിപ്പിച്ചാൽ പിന്നെ അവനിക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നവരായിട്ട് ആരുമില്ല. കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, നന്നാവൂല. എന്നാൽ അള്ളാഹിന്റെ ഖദാ നോക്കൂ നിങ്ങൾ, നമ്മൾ നന്നാവണമെന്നാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഖുർആന് കാരണം നമ്മൾ ഈ അവസ്ഥയിലെത്തി. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഓരോ ആഴ്ചയിലും നമ്മൾ ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടുന്നത് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇനിയും കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഈ സന്ദേശം എത്തിച്ച് ഇതിനെ വിപുലീകരിക്കാനുള്ള പണിയാണ് ഇന്ന് തന്നെ നമ്മൾ കൂടെ. ഇതിന് വരുന്ന ആളുകൾക്ക് സഹായ കൊടുക്കൽ പുണ്യമുള്ള കാര്യമാണ്. അത് നമ്മുടെ സമ്പത്തിൽ വർധനവിന് കാരണമാവും. അപകടങ്ങളെ തൊട്ടും ദുരന്തങ്ങളെ തൊട്ടും ഒഴിവാകാനും ഒരുപാട് ലക്ഷങ്ങൾ ചെലവ് വരുന്ന രോഗങ്ങളിൽ നമ്മൾ രക്ഷപ്പെടാനും കാരണമാകും. നല്ല ആവശ്യമുള്ള സമയത്താണ്. ചിലപ്പോൾ പലരും വീട്ടിൽ നിന്ന് വരുമ്പോൾ അവർ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ചായ മറ്റൊന്നും കുടിക്കാതെ തന്നെ വരാം. ഇവിടെ ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷ ഇവിടെ ഉണ്ട്. ഞാൻ പറയുന്നത് സഹോദര, ഇതിനു വേണ്ടി ചെലവ് ചെയ്യുന്നത്, ഇതിനുവേണ്ടി നമ്മുടെ ആരോഗ്യം മുതലാക്കാണ്. അള്ളാഹിക്കുള്ളൊരു ശുക്ർ കൂടിയാണ് റബ്ബിന്റെ ഖുർആനെ പഠിപ്പിക്കാൻ. അതിനുവേണ്ടി വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വരുമ്പോ എണ്ണ കത്തിച്ച് പോരുന്നത് മഹത്തുള്ള കാര്യമാണ്. അത്ര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കും. നമ്മൾ പോരുമ്പോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് വിളിക്കും. ഒരാളെങ്കിലും പുതിയതായിട്ട് ഒരാളെ കിട്ടിയാൽ അൽഹംദുലില്ലാ, ഒരാളെ പുതിയത് കിട്ടിയാൽ അൽഹംദുലില്ലാ. കഴിഞ്ഞ ആഴ്ച 2-3 ആഴ്ച നല്ല റാഹത്തായ സംഗതി ഞാൻ പറഞ്ഞു. വളരെയധികം, ഒരു ദിവസം 1-ലധികം പ്രാവശ്യം മദ്യത്തിന് അടിമപ്പെട്ട സഹോദരൻ അൽഹംദുലില്ലാ 2 ആഴ്ചയായിട്ട് കള്ള് എന്ന് പറഞ്ഞ സാധനം തൊട്ടിട്ടില്ല. മുഖം തന്നെ കണ്ട് മാറിയ സഹോദര കണ്ടിട്ട് എന്റെ അടുത്ത് ആദ്യം കൊടുന്നപ്പോൾ ഒരു 15 ദിവസം ക്ലാസ്സിൽ വന്നതിന്റെ ശേഷമുള്ള അവസ്ഥയും കണ്ടിട്ട് എന്തോ ഒരു മാറ്റം അറിയാം. ആ കുടുംബം ഭയങ്കര റാഹത്തിലാണ്. എന്നെ ക്ഷണിച്ചിട്ടുണ്ടാവും വീട്ടിൽ. സന്തോഷം കൊണ്ട് ഏത് ഉമ്മാർക്കും ഏത് ഭാര്യമാർക്കും അവനാന്റെ മക്കളും അവനാന്റെ ഭർത്താക്കന്മാരും ഇതിനൊക്കെ വിട്ടു നിന്നത് നന്നാകണമെന്ന് ആഗ്രഹമില്ലാത്തത് ആരാളുള്ളത്? അപ്പൊ ആ സഹോദരനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന സഹോദരൻ എത്ര കൂലിട്ടു ഒന്ന് ശ്രദ്ധിക്കും. അടുത്ത ഖുർആൻ ക്ലാസ് നടക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും കള്ളിന് അടിമപ്പെട്ട ഒരാളെ
എങ്ങനെങ്കിലും ഒന്നും ഇങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ. എല്ലാ ആഴ്ച ഉണ്ടായതുകൊണ്ട് നല്ല സൗകര്യമാണ്, ബന്ധം മുറിയില്ല. സൈക്കിൾ എടുത്ത് പോകണം നമ്മളവരെ പിന്നാലെ മാറും. വെറുതെ പറയാണ്, കണ്ണിൽ വല്ലാതെ അടിമപ്പെട്ട പിന്നെ മാറ്റം ഉണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറയാം. ഉണ്ടാവും, നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വിവരം തരും. അതിനുള്ള ആയത്തെ നമ്മളാണ് കൊടുത്താൽ അതിനുള്ള മരുന്നാണ് കുത്തിവെച്ചാൽ ശരി, നമ്മുടെ ജീവിതം മുതലാവും. ഒരാളെ അങ്ങനെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഒരുപാട് വട്ടം പറയേണ്ടി വരും. ചിലപ്പോൾ നമ്മളെ കളിയാക്കും, ഇത് നന്നായാൽ മതിട്ടാ, നമ്മളെല്ലാരും കൂടി നന്നായി, ഞാനും കൂടി ഞാൻ സ്വർഗത്തിലെത്തി, അവിടെ നരകാക്കണ്ട, എനിക്കറിയില്ല എന്റെ സ്വഭാവം, അങ്ങനെ ആയിക്കോട്ടെ എന്നാണ്. സഹോദര, ഹിദായത്തിന് ഓരോ കാരണങ്ങളുണ്ട്. നമ്മളതിനൊരു കാരണമായാൽ അൽഹംദുലില്ലാഹ്, ദുനിയാവിലെ വിഭവങ്ങൾ മുഴുവനും തുലാസിന്റെ ഒരു തട്ടിലും നമ്മൾ കാരണം ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയത് അടുത്ത തട്ടിലും ഇട്ടാൽ മൂല്യം സഹോദരാദിനാണ്. ആരും അറിയില്ല, അയാൾക്ക് വലിയ മുതലാണ്, അയാളടുത്ത് വലിയ സമ്പത്താണ്. ഞാനൊരു ക്ലാസ് കഴിഞ്ഞ് വേറെ ക്ലാസ്സിന് ചെന്നത് ഒരു ലാൻസർ കാറിലാണ്. അതൊന്നും ഇപ്പൊ ഒന്നും വലിയ സംഗതിയല്ല, ഇങ്ങനെ പല കാറിലും കൊണ്ടുപോകും. ഒരു കാലം അവിടെ ക്ലാസ് തുടങ്ങിയാണ്. അന്ന് രാത്രി ഒരു സഹോദരൻ വിളിച്ചു, അവിടെയുള്ള സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിക്ക് വഴിയൊക്കെ ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ നിങ്ങൾ ക്ലാസ് എടുത്ത സ്ഥലത്താണ്, അവിടെ നിന്നാണ് ഞാൻ വരേണ്ടത് പിന്നെ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അവിടെ കൂടിയവരിൽ ഏറ്റവും വലിയ മുതലാളി ആരവസ്ഥാനെ അറിയാം. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനവിടെ ആദ്യമായിട്ട് വരില്ല, അവിടെ മുതലാളിമാരൊന്നും എനിക്കറിയില്ല. എന്നാ അവിടെ വന്നവരിൽ ഏറ്റവും വലിയ മുതലാളി നിങ്ങൾ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദര, ഞാൻ വന്ന കാറ് കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ അങ്ങനെ പറഞ്ഞു വെക്കുക, അതിന്റെ കാറല്ല, അത് ഓരോ ക്ലാസ്സിന് വരുമ്പോ അതാണ് സ്ഥലത്തുള്ള ആളുകൾ എന്നെ എത്തിച്ചേരുന്നതാണ്. ഞാൻ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നിരുന്നത്, കാറ് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചായിരിക്കുന്നത്. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാനതല്ല പറഞ്ഞത്. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ ക്ലാസ്സിന് വരുന്ന ആളുകൾക്ക് തെറ്റുകൾ തിരുത്തി വലിയ മാറ്റമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരലോകത്ത് വലിയ വരുമാനമാണ്, നിങ്ങളെ വലിയ മുതലാളി, അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഖുർആൻ ക്ലാസ് എടുക്കാൻ കഴിയൂല. ഈ സഹോദരൻ പറയണം, അപ്പൊ അങ്ങനെ ഒരു കൂലി വരുമാനം ഉണ്ടാക്കാൻ എനിക്ക് കഴിയൂല, പക്ഷെ ഖുർആൻ ക്ലാസ്സിന് ചെലവ് ചെയ്യാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് ക്ലാസ്സിന്, എല്ലാ ക്ലാസ്സിനും ഒരു 5000 റുപ്യ ഞാൻ തരും, അത് നിങ്ങളെടുത്ത് തരും, ഞാനാ തരുന്നതെന്ന് പറയരുത്, ആരും അറിയാതെ നിങ്ങൾ കൊടുക്കണം. ഞാൻ പറഞ്ഞു, സഹോദര, അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ തീരുമാനം നല്ല തീരുമാനമാണ്. അൽഹംദുലില്ലാഹ്, നിങ്ങളെ മനസ്സ് നന്നാക്കിയാൽ നിങ്ങൾക്ക് അതിന് വലിയ കൂലി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പക്ഷെ പൈസ എന്റെ അടുത്ത് തരില്ല, അല്ലാതെ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും അറിയാം, പൊതുകാര്യമാകുമ്പോൾ അങ്ങനെ അറിയണം. അല്ലാതെ ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് പൈസ വാങ്ങി ഞാൻ ആരും അറിയരുതെന്ന് പറഞ്ഞ് ഇതൊരാൾ തന്നാണെന്ന് പറഞ്ഞ് കൊടുത്താല് അയാൾ 6000 കൊടുത്തിനാവും അയാളെ അടുത്തുനിന്ന് തെറ്റു കഴിയും. അപ്പോ ആ പൈസ എന്റെ അടുത്ത് തരാതെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. മനസ്സിലാക്കണം അല്ലാതെ നോട്ടം, നമ്മൾ ശ്രദ്ധിക്കണമല്ലോ, തെറ്റുധാരണ വരരുത്. മെഡിക്കൽ കോളേജിൽ വളരെയധികം പ്രയാസപ്പെടുന്ന നമ്മുടെ ഒരു സഹോദരൻ, കുട്ടിക്ക് അസുഖമായിട്ട് എന്നോട് പറഞ്ഞ, എന്താ അവസ്ഥ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒരു യത്തീം കുട്ടിയാണ്, ഒരു പെൺകുട്ടി, ഒരു ചെറിയ സ്വർണ്ണാഭരണം നേർച്ചയക്കലാണ്, ആങ്ങളാരും ഇല്ല, യത്തീം കുട്ടിയാണ്. അപ്പൊ ഒരു സ്വർണത്തിന്റെ മിനിങ് ഇട്ട് തന്നാലും ആണ് നേർച്ചയാക്കി, രോഗം മാറി. ഇയാൾ സ്വർണ്ണാഭരണം വെച്ചിട്ട് കൊടുന്നു. ഞാൻ സ്വീകരിച്ചില്ല, സാധനങ്ങൾ വെച്ചോളൂ, പറ്റിയ ആളെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ നടത്തത്തിന്റെ ഇടയിൽ പറ്റിയ ആളെ ഞാൻ തേടി പിടിച്ചോളാം, പക്ഷെ ആഭരണം കൊടുക്കലുണ്ട്. അയാളത് പൊതിഞ്ഞെന്നെ ഏൽപ്പിച്ചു, ഞാൻ സ്വീകരിച്ചില്ല. കാരണം ഇബ്ലീസിന് പിന്നെ എപ്പോഴേലും ഇടപെട്ടാലോ അയാളത് കൊടുത്താവലെ തെറ്റുധാനമാണല്ലോ. അതിനുള്ള ബാബു പറ്റ അടച്ചാൽ നമുക്ക് സൗകര്യം. ഞാൻ പറയുന്നത് സഹോദര, നമ്മൾ നല്ല വരുമാനമുള്ള ഒരു സംഗതിയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വലുപ്പത്തിനും പറഞ്ഞല്ല കേട്ടോ, ഞാൻ ഒരു സഹോദരന്റെ മാനസികാവസ്ഥ പറഞ്ഞതാണ്. ഖുർആൻ ക്ലാസ് എടുക്കാൻ എനിക്ക് കഴിയൂല, അതിക്ക് ചെലവുക്ക് 5000 ഓരോ മാസം തരാം. എത്ര സഹോദരങ്ങൾ, എത്ര ആൾക്കാർ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കും, പല സ്ഥലങ്ങളിലും ക്ലാസ്സിന് പോകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊന്നും ഒരു മുട്ട് വരലില്ല. ഈ ചായ കൊടുക്കാനാവട്ടെ, അതിന് മൈക്ക് അറേഞ്ച്മെന്റ് ആവട്ടെ, അതിന്റെ ഏത് സംഗതിക്കാണെങ്കിലും
അതിന് ചെലവ് ചെയ്യാൻ ആളുകൾ തയ്യാറാണ്. കിട്ടും, അതിന്റെ ഫലം കിട്ടും. അള്ളാന്റെ ഖുർആനുമായി ബന്ധപ്പെട്ടല്ലേ, പടച്ചോൻ സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ അള്ളാഹു പറയുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കില്ല. യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതി, അള്ളാഹ് പറയുന്നു യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതി. അള്ളാഹ് പറയുന്നു അവൻ ഉദ്ദേശിച്ചവരെ അവന്റെ റഹ്മത്തിലേക്ക് അവൻ പ്രവേശിപ്പിക്കും. വല്ലാലിമീന അഅദ്ദ ലഹും അദാബൻ അലീമാ. അള്ളാഹു പറയുന്നു അതിക്രമകാരികളായ ആളുകൾ, അവർക്ക് അള്ളാഹു വേദനാജനകമായ ശിക്ഷയെ അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. അതിക്രമകാരികളായ ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയെ അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ലാസ്റ്റ് ഒരു ഞെട്ടിക്കല, അള്ളാന്റെ റഹ്മത്തിലേക്ക് അവൻ ഉദ്ദേശിച്ചവരെ അവന് പ്രവേശിപ്പിക്കും. അവൻ കേൾക്കുമ്പോ സന്തോഷമായി. പക്ഷേ വല്ലാലിമീന അഅദ്ദ ലഹും അദാബൻ അലീമാ, ബീഭത്സമായ വേദനാജനകമായ ശിക്ഷയെ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട് അതിക്രമകാരികൾക്ക് എന്ന് തുടർന്ന് അല്ലാഹു പറയുന്നു. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പോ ഈ ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ല ഒരു മാറ്റം വരുത്താനുള്ള തീവ്രമായ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. അതിന് ഒരുപാട് സൽക്കർമ്മങ്ങൾ വസാബിഖൂ എന്ന് പറഞ്ഞില്ലേ, വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. മറ്റൊരായത്തിൽ പറയുന്നതോ വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് വേഗത്തിൽ വന്നോളൂ എന്ന്. അതിലേക്ക് വരാനാണ് ഞാൻ പറഞ്ഞത്. എന്ത് നമ്മൾ പറഞ്ഞില്ലേ, 10 സ്വലാത്ത് നേരത്തെ പറഞ്ഞില്ലേ, ഒരു ദിവസം 10 സ്വലാത്ത് ചൊല്ലിയാൽ 4 മലക്കുകൾ ഓഫർ നൽകിയത്. ജിബ്രീൽ എന്ന മലക്ക് എന്താ പറഞ്ഞത്? സിറാത്ത് പാലം കൊണ്ടുപോകാൻ സ്പീഡ്. മീകായിൽ എന്ന മലക്ക് പറഞ്ഞതോ അതെ, ഹൗലിൽ നിന്ന് കുടിപ്പിക്കുന്നതാണ്. പിന്നെ ഇസ്രാഫീൽ എന്ന മലക്ക് പറഞ്ഞത് സുജൂദിൽ കിടന്ന് ദോഷം പൊറുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ദുആ ചെയ്യുമെന്നാണ്. ആണ് ഉറപ്പ് കിട്ടിയിട്ടേ തല ഉയർത്തുള്ളൂ, ഏരണ്ടിയാണെന്നാണ്. പിന്നെ അസ്റായീൽ എന്ന മലക്ക് പറഞ്ഞതോ ആത്മാവിനെ അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ പിടിക്കുന്ന. അപ്പൊ ഇതൊക്കെ അറിഞ്ഞാല് 10 നമുക്ക് 100 നമുക്കതിന് 10 മിനിറ്റ് വരും. നമ്മുടെ ഭാര്യമാർക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുമായിട്ട് ഇനിയും പറയാൻ കരുതിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിനാക്കാം. സൂറത്തുൽ ഖിയാമയുടെ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നടത്തണം. അൽ ഇൻസാൻ സൂറ അൽഹംദുലില്ലാഹ് നമ്മൾ പിന്നെ ഒരാവർത്തി ഒന്ന് പറഞ്ഞു പോയി, അത്രേ ഉള്ളൂ. വിശദീകരണം തീരൂലല്ലോ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഖിയാമ വലിയൊരു ശാസ്ത്രീയ സത്യം അല്ലാഹു പറയുന്ന ആയത്താണ്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അത് ഖിയാമ സൂറയിലാണ്. അത് സംബന്ധമായിട്ടുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. നമ്മുടെ ലത്തീഫാക്ക നമ്മുടെ എല്ലാ ക്ലാസ്സിനും വരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഞാൻ മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യാം. فاعلم أنه لا إله إلا الله 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 أستغفر الله العظيم 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 أستغفر الله العظيم. اللهم صل على محمد والآل كلهم وسلم. 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 اللهم صل على محمد والآل كلهم وسلم.
اللهم صل على محمد والآل كلهم وسلم 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഈ സമയം ചെലവഴിക്കുന്നത് അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ അമലുകളും സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഇബാദത്തുകളും സ്വീകരിക്കണേ റഹ്മാനെ. സംഭവിച്ചു പോയ പാപങ്ങളൊക്കെ നീ പൊറുക്കണേ റഹ്മാനെ. ദുന്യാവ് കാരണം പരലോകത്ത് ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. ദുന്യാവിലെ സുഖം കാരണം പരലോകത്ത് സ്വർഗം നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. ദുന്യാവിൽ നീ നൽകിയത് കാരണം പരലോകത്ത് കുറവ് വരുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഖൈർ നൽകണേ റഹ്മാനെ. ഈ സദസ്സിൽ പരിശുദ്ധ ഖുർആന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരിൽ പ്രായം ചെന്നവരുണ്ട്, രോഗികളുണ്ട്. അല്ലാഹുവേ, രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. നല്ല ആരോഗ്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, സദസ്സിലുള്ള സഹോദരങ്ങൾ, ചെറുപ്പക്കാരടക്കം എല്ലാവരുടെ ജോലികളിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. ജോലിയിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. സമ്പത്തിൽ വർധനവ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഖൈറും റാഹത്തും നൽകണേ റഹ്മാനെ. ഐശ്വര്യം നൽകണേ റഹ്മാനെ. ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഈ സദസ്സിലുള്ള ചെറുപ്പക്കാർ, കച്ചവടക്കാരുണ്ട്, കൃഷിക്കാരുണ്ട്, വാഹനം ഓടിക്കുന്നവരുണ്ട്, ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അധ്യാപകരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും ഖൈർ നൽകണേ റഹ്മാനെ. ജോലിയിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. സമ്പത്തിൽ വർധനവ് നൽകണേ റഹ്മാനെ. ഐശ്വര്യമുള്ള ജീവിതം നൽകണേ റഹ്മാനെ. രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആർക്കും ക്യാൻസർ നൽകല്ല റഹ്മാനെ. ബ്രെയിൻ ട്യൂമർ നൽകല്ല റഹ്മാനെ. വൃക്കകൾ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, ക്ലാസ് റൂം വഴി ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ച് വിദേശത്തുണ്ട്. അല്ലാഹുവേ, അവരുടെ ജോലികളിലൊക്കെ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ആ സഹോദരങ്ങളുടെ ശമ്പളത്തിൽ വർധനവ് നൽകണേ റഹ്മാനെ. അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ റഹ്മാനെ. റാഹത്തോടെ കുടുംബത്തിലേക്ക് അണയാൻ അവർക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അവർ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് മരണങ്ങളും മറ്റും നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, റാഹത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഒരുപാട് സഹോദരങ്ങൾ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്. ഖൈറായ ജീവിതം നൽകണേ റഹ്മാനെ. കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് മക്കളെ കെട്ടിക്കാനുള്ളവരുണ്ട്, പെങ്ങന്മാരെ വിവാഹം ഉദ്ദേശിക്കുന്നവരുണ്ട്. അവർക്ക് നല്ല ഇണകളെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. കല്യാണം ഉദ്ദേശിക്കുന്ന സഹോദരങ്ങൾക്ക് നല്ല ഭാര്യമാരെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ റഹ്മാനെ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുകളിൽ താമസിക്കാൻ പ്രയാസങ്ങൾ നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ, പൈശാചികമായ ശർറുകൾ നൽകല്ല റഹ്മാനെ. വീട് നിർമ്മാണം തുടങ്ങി വെച്ചവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് ഖൈറായ രൂപത്തിൽ അത് പൂർത്തീകരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, റാഹത്തോടുകൂടെ അതിലേക്ക് ഇരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. മാതാപിതാക്കളൊക്കെ ഉള്ള കാലത്ത് തന്നെ അവർക്കൊക്കെ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അല്ലാഹുവേ, അതിനുള്ള അവസരം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പലരുടെയും മാതാപിതാക്കൾ പ്രായമുള്ളവരാണ്. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. ദീർഘകാലം ഞങ്ങൾക്കിടയിൽ റാഹത്തായി ജീവിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന രൂപത്തിൽ അവരെ കിടത്തല്ല റഹ്മാനെ. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നൽകല്ല റഹ്മാനെ. കാര്യങ്ങളൊക്കെ സ്വന്തം നിലക്ക് ചെയ്യാനുള്ള ആരോഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന രൂപത്തിൽ കിടത്തല്ല റഹ്മാനെ. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നൽകല്ല റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹുവേ, അവർക്ക് ആരോഗ്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, അതുപോലെ ഞങ്ങളുടെ കുട്ടികൾ, ചെറിയ കുട്ടികൾക്ക് പോലും രോഗികളായ കുട്ടികളുള്ളവരുണ്ട്. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ചെറിയ കുട്ടികൾ മരിച്ചുപോയവരുണ്ട്. നാളെ പരലോകത്ത് ആ കുട്ടികൾ സ്വീകരിക്കുന്ന അവസ്ഥ നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പല വിഷമങ്ങളുമുള്ളവരുണ്ട്. ഖുർആന്റെ ഹക്ക് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് ഇതുമായി ബന്ധപ്പെടുന്നവരുടെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണേ റഹ്മാനെ. നിന്റെ കലാമുമായി ബന്ധപ്പെടുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവരുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു
തീർത്തു കൊടുക്കണേ റഹ്മാനെ. പല നിലക്കും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ കുട്ടികൾ കാരണം അഭിമാനം നൽകണേ റഹ്മാനെ. അപമാനിതരാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ മരിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഹിദായത്ത് നൽകണേ റഹ്മാനെ. മരിക്കുന്നത് വരെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. ജീവിതകാലം മുഴുവനും ഹിദായത്തിലായി ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നാളെ പരലോകത്തെ അർശിന്റെ തണൽ നൽകണേ റഹ്മാനെ. നിന്റെ അനുഗ്രഹം ലഭിച്ച അമ്പിയാക്കള്, സിദ്ദീഖുകള്, സ്വാലിഹീങ്ങള്, ശുഹദാക്കള് അല്ലാഹുവേ അവരെ കൂട്ടുകാരായി നൽകണേ റഹ്മാനെ. സൂറത്തിൽ നീ പഠിപ്പിച്ച അതിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ ദുനിയാവിൽ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, പരലോകം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നുമില്ല. റബ്ബേ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. പരലോകം നഷ്ടപ്പെടാൻ കാരണമാകുന്ന ദുനിയാവ് ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ പരലോകത്ത് നരകം നിർബന്ധമാകാൻ കാരണമാകുന്ന ഒന്നും നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ അത്തരത്തിലുള്ളൊരു പരീക്ഷ ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. ശാശ്വതമായ ജീവിതത്തെ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. ക്ഷണികമായ ഈ ദുനിയാവ് കാരണം പരലോകത്തെ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ചിലരുണ്ട്, പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ റഹ്മാനെ. വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വേദനകൾക്ക് ശമനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ട രൂപത്തിലുള്ള മരണങ്ങൾ നൽകല്ല റഹ്മാനെ. ഞങ്ങളെ കുടുംബത്തിൽ ആർക്കും നൽകല്ല റഹ്മാനെ. വിദേശത്തുള്ളവർക്ക് നൽകല്ല റഹ്മാനെ. അല്ലാഹുവേ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ സാസിലേക്ക് ചായക്ക് ചെലവ് ചെയ്ത സഹോദരൻ അർഹമായ കൂലി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ജോലിയിലും മറ്റും ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗ്ഗത്തിലും ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. റഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.